സർഗവേദിയുടെ ഏറെ ആദരണീയരായ ഭാരവാഹികൾ, അംഗങ്ങൾ, എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തുക്കൾ, ഏറെ അഭിമാനമുണ്ട്. പ്രത്യേകിച്ച് ഒരു സർഗവേദി 34 സർഗവേദിയുടെ ഒരു പ്രതലം. ആ പ്രതലം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച്, നിങ്ങളെ സംബന്ധിച്ച് തികച്ചും മതനിരപേക്ഷം, രാഷ്ട്രീയ നിരപേക്ഷം എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുമ്പോൾ ഒരുപക്ഷെ അത് പൂർണ്ണമായി ശരിയാവില്ല. അത് ആ അർത്ഥത്തിൽ, ഞാൻ ഉദ്ദേശിക്കുന്ന ആവില്ല അതിൻ്റെ അർത്ഥം. എന്നുള്ളതുകൊണ്ട് അതിൽ നിന്നും ഭിന്നമായി നിൽക്കുന്ന ഒരു സർഗവേദിയിലാണ് ഞാൻ ഖസാക്കിൻ്റെ ഇതിഹാസം പരിചയപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞാൽ അവിവേകമായി പോകും. കാരണം മലയാളിയെ സംബന്ധിച്ച് ഈ പുസ്തകം ചിരപരിചിതമായ പുസ്തകമാണ്. ചിരപരിചിതമായ പുസ്തകം എന്ന് ഞാൻ പറയുമ്പോൾ, ഇപ്പൊ ജമാലൊക്കെ പറഞ്ഞതുപോലെയാണ് പല ആളുകളും. വായിക്കാൻ ഒരു താക്കോൽ ആവശ്യമുണ്ട്. ഈ പുസ്തകത്തിന്റെ വായനയ്ക്ക് താക്കോൽ ആര് കൊടുക്കും? ഇത് ഞാനും അഭിമുഖീകരിച്ച ഒരു പ്രശ്നമാണ്. എൻ്റെ ഒരു പ്രീ ഡിഗ്രി കാലഘട്ടത്തിലാണ് ഞാൻ ഇത് വായിക്കുന്നത്. എന്നാൽ ഏതാണ്ട് 80കളിൽ. അപ്പോൾ 80കളിൽ ഞാനിത് വായിക്കുമ്പോൾ എനിക്ക് കാര്യമായി ഒന്നും പിടികിട്ടിയിട്ടില്ല. ഞാൻ കവിതയൊക്കെ എഴുതുന്ന കാലമാണ്. കവിത എഴുതുകയും കവിത വായിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ കുമാരനാശാനെയൊക്കെ ഏതാണ്ട് മനഃപ്പാഠമായി കൊണ്ടുനടക്കുന്ന കാലമാണ്. ആ കാലഘട്ടത്തിൽ പോലും എനിക്ക് വേണ്ടത്ര പിൻപറ്റാൻ കഴിഞ്ഞില്ല. വേണ്ടത്ര എന്നല്ല, ഒട്ടും മുക്കാലും പിൻപറ്റാൻ കഴിയാതിരുന്ന ഒരു നോവലാണ്. 82-ൽ ഞാൻ അടിമാലിയിലെ വിക്ടറി കോളേജിൽ പഠിപ്പിക്കാൻ കയറി. കോതമംഗലത്ത് നിന്ന് യൂസഫ് സാർ ഉണ്ട് അന്നേരം വിക്ടറിയിൽ. വളരെ പ്രമുഖനാണ് അദ്ദേഹം. അവിടെ 2-3 വർഷങ്ങളായി. അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. യൂസഫ് സാർ വളരെ പ്രമുഖനായി നിൽക്കുന്ന സമയമാണ്. ഇംഗ്ലീഷിൽ ഏത് വേർഡ് ചോദിച്ചാൽ അർത്ഥം അപ്പം പറയുകയും മഹാനായ കലാകാരൻ എന്ന നിലയിൽ വാഴ്ത്തപ്പെടുകയും ദിഷണാശാലി എന്ന നിലയിൽ തന്നെ കരുതപ്പെടുകയൊക്കെ ചെയ്തൊരു കാലം. അങ്ങനെ പഠിപ്പിച്ച് ഏതാണ്ട് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ 83-ൽ എനിക്ക് സർക്കാർ സർവീസിൽ ജോലി കിട്ടി. സർക്കാർ സർവീസിൽ എന്ന് പറയുന്നത് അത്ര കണ്ട് ശരിയല്ല. എംപ്ലോയ്മെന്റിൽ നിന്ന് പോകാൻ തീരെ ഇഷ്ടമല്ല. 10,900 കുട്ടികൾ പഠിക്കുന്ന ഒരു കോളേജിന്റെ പരിസരത്ത് നിന്നും എങ്ങനെയാണ് എന്നെ പോലെ ഒരു യുവാവ് വിട്ടുപോവുക? ഇത്ര സാധ്യമല്ല, ഇത്ര എളുപ്പമല്ല. പക്ഷെ എന്നിട്ട് ഞാൻ സർക്കാർ ജോലി എന്ന നിലയിൽ അത് കളയാതിരിക്കണം. ഞാൻ പോയി. മലപ്പുറത്താണ്, വണ്ടൂർ സബ് ജില്ലയിലെ സ്കൂള്. ഒട്ടുമേ താല്പര്യമില്ല അവിടെ പഠിപ്പിക്കുന്ന കാര്യം ഓർക്കുമ്പോൾ. കാരണം ഒട്ടും പരിചിതമല്ലാത്ത ഒരു കുഗ്രാമ ഭൂമിയിലാണ് എൻ്റെ. കാളികാവിൽ നിന്നും അല്പദൂരത്തില്, അഞ്ചച്ചവടിയിൽ നിന്നും കാളികാവിൽ നിന്നും വാണിയമ്പലത്തു നിന്നൊക്കെ കയറി നടന്നൊക്കെ പോകാവുന്ന ഒരു പള്ളിക്കൂടം. അവിടെ പുല്ലങ്കോട് എസ്റ്റേറ്റിൽ പണിയെടുക്കുന്ന ഒരു വാപ്പയും മകനും. എൻ്റെ ആ സ്കൂളിരിക്കുന്ന പ്രദേശത്തിന്റെ പേര് മാളിയേക്കൽ എന്നാണ്. 100% മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന നാട്. അല്ലാത്തവരെ അപൂർവമായി കണ്ടെത്തുള്ളൂ. അല്ലാത്തവർ ക്രിസ്ത്യൻസ് ഇല്ല. അപ്പോ എനിക്ക് സുഹൃത്തായി കിട്ടിയത് ഹൈദരാലി. ഒട്ടേറെ ചെറുപ്പക്കാരുണ്ട് അവിടെ. എന്നേക്കാൾ 3-4 വയസ്സിലെങ്കിലും എളുപ്പമാണ് ഹൈദരാലിക്ക്. നാട്ടുകാരെല്ലാം മാനു എന്നാണ് ഹൈദരാലിയെ വിളിക്കുന്നത്. മാനുവിന് 2-3 പെങ്ങന്മാരുണ്ട്. മൂത്തവൾ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. മാനുവുമായിട്ട് എന്തുകൊണ്ടോ മറ്റുള്ള ഒട്ടേറെ ചെറുപ്പക്കാരുണ്ടെങ്കിലും മാനുവുമായിട്ട് ഒരു അടുപ്പം മനസ്സിൽ വന്നു. മാനു റബ്ബർ വെട്ടുകാരനാണ്. വാപ്പയോടൊപ്പം കൊല്ലങ്കോട് എസ്റ്റേറ്റിലേക്ക് വളരെ വെളുപ്പിന് പോകും. തിരിച്ചു വരും. മെല്ലിച്ച ഒരു ചെറുപ്പക്കാരൻ. ഇന്നില്ല. വിജയിന് ബാധിച്ച അതേ അസുഖം മാനുവിന് അതിനു മുമ്പേ ബാധിച്ച മാനു പോയി. ഞാൻ അവിടെ നിന്നൊക്കെ പോകുന്നതിന് ശേഷം മാനു എന്നോട്, അപ്പൊ എൻ്റെ സാഹിത്യത്തിലുള്ള താല്പര്യം, ആ പ്രദേശത്ത് മാതൃഭൂമി വരുന്ന ഒരേ ഒരു വീട് മാനുവിന്റെ വീടാണ്. അത് മാനുവാ വായിക്കുന്നു, വേറെ ആരും വായിക്കുന്നില്ല. അവന്റെ അനുജൻ അഷ്റഫ് ഒന്നും വായിക്കുന്നില്ല. അപ്പൊ മാനു സാഹിത്യത്തിലുള്ള എൻ്റെ താല്പര്യം കണ്ടിട്ട് എന്നോട് ചോദിച്ചു,
ഈ ഖസാക്കിന്റെ ഇതിഹാസം മാഷ് വായിച്ചിട്ടുണ്ടാവുമല്ലോ. പിന്നെ ഞാൻ മാഷല്ലേ, അവന്റെ മുന്നിൽ ആരാണ്? സ്കൂൾ മാഷാണ്, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയുന്ന ആൾ. പോരെങ്കിൽ കവിത അമ്മാനമാടുന്ന എന്നെ സംബന്ധിച്ച് ആയിരക്കണക്കിന് കവിതകൾ അന്നും മനപ്പാടമാണ്, ഇന്നുമാണ്. മലയാളത്തിലെ ഏത് കവിയുടെ കവിത ചോദിച്ചാലും ഞാൻ പറയും. അങ്ങനെ കുറെ അഹങ്കാരമൊക്കെ കൊണ്ടു നടക്കുന്ന എന്നെ സംബന്ധിച്ച് ഖസാക്കിന്റെ ഇതിഹാസമോ അവനെന്തറിയാം എന്ന മട്ടിൽ അവൻ അതിലെ ചില കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചു. കോതമംഗലം ചേർത്ത് പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ അല്ലേ, ഒരു ശൈലി. ഏതപ്പ കോതമംഗലം. എനിക്കറിയില്ല, സത്യം എനിക്കൊരു ഓർമ്മയില്ല. ഖസാക്കിന്റെ ഇതിഹാസത്തിൽ നിന്ന് അവൻ ചോദിച്ച ഒരു കാര്യം എനിക്ക് ഓർമ്മയില്ല. മാനുവിന്റെ മുന്നിൽ ഞാൻ നമ്രശിരസ്കനാണ്. കേവലം 9ാം ക്ലാസ് മാത്രം പഠിച്ചിട്ടുള്ള ഹൈദരാലി എന്ന സ്കൂൾ പേരുള്ള മാനു എന്ന് വീട്ടിൽ വിളിക്കുന്ന, ഓമനത്തം തുളുമ്പുന്ന പേര് വിളിക്കുന്ന മാനുവിന്റെ മുന്നിൽ ഞാൻ ദക്ഷിണ വെച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മാനു എന്നോട് പറഞ്ഞു, മാഷ് അത് ഒന്നും കൂടി വായിക്കണം, മാഷ് വായിച്ചത് ശരിയായിട്ടില്ല, നിങ്ങൾ എന്തിട്ടാ മാഷേത് എന്നാണ് അവൻ ചോദിച്ചത്. നിങ്ങൾ എന്തിട്ടാ മാഷേത്, ഇങ്ങനെ വായിക്ക എന്ന് ചോദിച്ചു. സ്കൂളിൽ പഠിപ്പിക്കാൻ ചെന്ന എന്നോട് അവിടുത്തെ ഒരു സാധാരണക്കാരൻ ചോദിച്ചത്. മാനു, ഞാൻ അവിടെ നിന്ന് പോകുന്നതിന് ശേഷം 2 വർഷം കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് പോന്നു. എനിക്ക് എഴുതിയ കത്തുകൾ ഞാൻ ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ട്. എത്ര മനോഹരമായ ഭാഷയായിരുന്നു മാനുവിന്റെ ഭാഷ. ഏതായാലും അതുപോട്ടെ, ഞാൻ നിങ്ങളോട് പ്രാരംഭമായി ഇത് സൂചിപ്പിച്ചത് മലയാളത്തെ എക്കാലത്തെയും ക്ലാസിക് നോവൽ ഞാൻ വായിച്ചത് എത്ര ലാഘവത്തോടെയായിരുന്നു അക്കാലത്ത്. പിന്നീട് എത്രയോ വട്ടം ഞാൻ ഇതിലൂടെ കടന്നുപോയി. വായിക്കണമെന്ന വീട്ടിൽ ഒരു പുരാതന കത്തോലിക്ക കുടുംബത്തിൽ പിറന്ന എന്നെ ബൈബിൾ വായിക്കണം എന്ന് നിഷ്കർഷിച്ച എന്റെ ബാല്യകാലങ്ങളിലൊന്നും ഞാൻ അത് വായിച്ചിട്ടില്ല കാര്യമായി. പഠന സംബന്ധമായി മാത്രമേ ഞാൻ ബൈബിൾ വായിച്ചിട്ടുള്ളൂ. പ്രാർത്ഥനാപൂർവം ബൈബിൾ വായിച്ചിട്ടേയില്ല. ഭഗവത്ഗീത വായിക്കുന്നത് പോലെ, ഖുറാൻ വായിക്കുന്നത് പോലെ മാത്രമേ ഞാൻ ബൈബിളിനെ കാണുന്നു. അതിനപ്പുറത്ത് യാതൊരുവിധ പരിവേഷവും ഞാൻ ബൈബിളിന് കൊടുത്തിട്ടില്ല. പക്ഷെ പഠിക്കാനുണ്ട് എന്ന നിലയിൽ മാത്രമാണ് ബൈബിളിനെ ഞാൻ കണ്ടിട്ടുള്ളത്. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അതിനേക്കാൾ എത്രയോ പ്രാർത്ഥനാപൂർവം ഞാൻ ഈ പുസ്തകം സൂക്ഷിക്കുന്നു. അന്ന് തൊട്ട് ഇന്നോളം ഞാൻ ഈ പുസ്തകം കരുതുന്നു. എൻ്റെ കയ്യിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുപോയെങ്കിൽ ഞാൻ വീണ്ടും വാങ്ങും. വിറയ്ക്കുന്ന കൈകളോടെയാണ് ഞാൻ നോക്കുക. മലയാളത്തിൽ എല്ലാവരും പറഞ്ഞ് ക്ലീശയായ വാചകം. ഈ പുസ്തകം നോവൽ സാഹിത്യത്തെ രണ്ടായി പകുത്തു. ക്രിസ്തുവിന്റെ വരവ് ചരിത്രത്തെ പകുത്തതുപോലെ, ക്രിസ്തുവിന്റെ ചരിത്രത്തെ രണ്ടായി പകുത്തതുപോലെ മലയാള സാഹിത്യ ചരിത്രത്തെ, പ്രത്യേകിച്ച് നോവൽ സാഹിത്യ ചരിത്രത്തെ രണ്ടായി പകുക്കുക തന്നെ ചെയ്തു. അതിന് പക്ഷേ മാർത്താണ്ഡവർമ്മയിലൂടെ CV കിട്ടിയ അംഗീകാരം, ഒരുപക്ഷെ ബാല്യകാല സഖിയിലൂടെ ബഷീറിന് കിട്ടിയ അംഗീകാരം, അതിനൊക്കെ എത്രയോ അപ്പുറത്തായിരുന്നു വിജയൻ നേടിയെടുത്തത്. 1968 ഖണ്ഡശ മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിക്കുമ്പോൾ AS നമ്പൂതിരിയുടെ പടം ഞാൻ പിന്നീടാണ് കാണുന്നത്. 68 എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് 7 വയസ്സാണ്. നോക്കൂ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ശ്രദ്ധിച്ചിട്ടേയില്ല, എനിക്കറിയില്ല, വീട്ടിൽ മാതൃഭൂമി വരുത്തുകയില്ല. അഥവാ ഒരു മാതൃഭൂമി പിന്നീട് എൻ്റെ യൗവനകാലത്തൊക്കെ ഞാൻ വീട്ടിൽ ചെന്നാൽ അത് അമ്മ എടുത്ത് കത്തിച്ചു കളയുമായിരുന്നു. ഒരു കാരണവശാലും വായിക്കാൻ അനുവദിക്കില്ലായിരുന്നു. കാരണം ഇതൊന്നും ഈ വീട്ടിൽ വായിക്കേണ്ട പുസ്തകമല്ല. ഒരുപക്ഷെ വെള്ളത്തോൾ സ്റ്റീഫന്റെ കാര്യം ഇപ്പോൾ ബാബു ഇരുമല സാർ പറഞ്ഞല്ലോ, അദ്ദേഹം എൻ്റെ വീടിന്റെ തൊട്ടടുത്തായിരുന്നു. അദ്ദേഹമൊക്കെ നക്സലൈറ്റിൽ പോകുമ്പോൾ അവിടെ ജോസഫ് സാറിനെ കൊല്ലുന്ന സമയത്ത് ഞാൻ 7ാം ക്ലാസ്സിലാണ്. ജോസഫ് സാർ പഞ്ചായത്ത് മെമ്പറാണ്. എനിക്ക് ഇന്നലെ എന്നോണം അദ്ദേഹത്തെ ഓർമ്മയുണ്ട്, ഈ സ്റ്റീഫനെ ഓർമ്മയുണ്ട്. സ്റ്റീഫനെ ഇപ്പോഴും കാണുന്നുണ്ട്. അപ്പോ അതുകൊണ്ട് വളരെ അടുത്ത ബന്ധം അദ്ദേഹമൊക്കെ ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ആ കാലഘട്ടത്തിലാണ് ഇത് മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിക്കുന്നത്. 69 പുസ്തകമായി. ഈ പുസ്തകം നമ്മളൊക്കെ വിചാരിക്കുന്നത് പോലെ ഒരു സാധാരണ പുസ്തകത്തിനപ്പുറത്ത് മലയാള ഭാഷയുടെ, മലയാള നോവൽ പ്രമേയത്തിന്റെ, മലയാള ഭാവുകത്വത്തെ എല്ലാം മാറ്റിമറിച്ച ഒരു പുസ്തകമാണ്. ലോകത്ത് ഒരു പുസ്തകവും പരീക്ഷണം എന്ന നിലയിൽ ഇറക്കിയിട്ട് വിഖ്യാതമായത് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ്. ഇതും കുറെ വർഷങ്ങൾ എടുത്തെങ്കിൽ പോലും നമ്മൾ അറിയുക, ഇന്ന് മലയാള സാഹിത്യത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ പുസ്തകം എന്ന് മാത്രമല്ല, മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത പുസ്തകം ഇതാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ആടുജീവിതമോ? അപ്പോൾ നിങ്ങൾ ചോദിക്കും,
ഒരു സങ്കീർത്തനം പോലെയോ എന്നൊരു പക്ഷെ ചോദിക്കാം. അതൊക്കെ വിറ്റഴിയുന്നുണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിനും അപ്പുറത്താണ് എങ്ങനെയാണോ മലയാള സാഹിത്യത്തിൽ കുമാരനാശാൻ ചർച്ച ചെയ്യപ്പെടുന്നത്, എങ്ങനെയാണ് ഇന്ന് മലയാള സാഹിത്യത്തിൽ കാവ്യരംഗത്ത്, കവിതാ രംഗത്ത് കുമാരനാശാൻ ചർച്ചയ്ക്ക് വിഷയീഭവിക്കുന്നത്, അതിനും അപ്പുറത്താണ് വിജയന്റെ ദൈക്ഷണികത, വിജയന്റെ സർഗാത്മകത, എഴുത്തിന്റെ പ്രത്യേകത, വ്യതിരിക്തത ചർച്ച ചെയ്യപ്പെടുന്നത്. അത്രമാത്രം മലയാള നോവൽ സാഹിത്യ രംഗത്തെ കോവിഡിന് മുമ്പും കോവിഡിന് പിമ്പും, കോവിഡിന് മുമ്പ് എന്നല്ല, ഈ നമ്മളത് പറഞ്ഞു പറഞ്ഞാണ് ഖസാക്കിന് മുമ്പും ഖസാക്കിന് ശേഷവും എന്ന നിലയിലേക്ക് മലയാള സാഹിത്യ സ്വരൂപത്തെ മാറ്റിയെടുത്തു. എന്തൊരു അതിശയകരമായ രചന! അതുവരെ പിൻപറ്റിയ നോവൽ സാഹിത്യത്തിലെ പപ്പു നെടുങ്ങാടിയുടെ കുന്തലത തൊട്ട്, അല്ലെങ്കിൽ ലക്ഷണമൊത്ത നോവലായ ചന്തുമേനോന്റെ ഇന്ദുലേഖ തൊട്ടുള്ള നോവലുകൾ ഇങ്ങോട്ട് പരിശോധിച്ച് പി കേശവദേവും നമ്മുടെ ബഷീറും ഒക്കെ എഴുതി തെളിഞ്ഞ് മലയാള നോവൽ സാഹിത്യ ചരിത്രത്തെ രഥചക്രമേറ്റി ഉരുട്ടിത്തുടങ്ങിയ ഒരു കാലഘട്ടത്തിൽ തകഴി ഉൾപ്പെടെയുള്ള രണ്ടിടങ്ങഴി ഉൾപ്പെടെയുള്ള നോവലുകൾ മലയാള സാഹിത്യ ചരിത്രത്തിൽ വിപ്ലവം രചിക്കുന്ന ഒരു കാലഘട്ടത്തില് ആരോ സൂചിപ്പിച്ച, നമ്മുടെ പ്രിയപ്പെട്ട മുരളീധരൻ സൂചിപ്പിച്ച ആദർശാത്മക ജീവിതത്തിന്റെ തേരാളി എന്ന നിലയിൽ നായക സങ്കല്പത്തെ, സിനിമാ സങ്കല്പത്തെ കൊണ്ടു നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിനെ പൊളിച്ചെഴുതി. അതല്ല നോവൽ, പച്ചയായ ജീവിതമാണ് നോവൽ പറയുന്നതെന്ന ഒരു കാലഘട്ടത്തിൽ ക്ലാസിക് മേഖലകളിൽ നിന്ന്, ക്ലാസിക് കവിതകളിലെ ഈ മൂരി ശൃംഗാരത്തെ, വിപ്രലംബ ശൃംഗാരത്തെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് സാധാരണക്കാരന്റെ വിഷമങ്ങളെ, മലയപ്പുലയൻ ആ മാടത്തിൻ മുറ്റത്ത് മഴ വന്ന നാൾ ഒരു വാഴ നട്ടുന്ന മലയപ്പുലയന്റെ കഥ പറഞ്ഞ ചങ്ങമ്പുഴയെ പോലെ, അല്ലെങ്കിൽ നെല്ലിൻ ചുവട്ടിൽ മുളയ്ക്കും കാട്ടുപുല്ലല്ല സാധുപുലയൻ എന്ന് പറഞ്ഞ കുമാരനാശാനെ പോലെ സാധാരണക്കാരന്റെ അവസ്ഥയിലേക്ക് കവിത ഇറങ്ങി വന്നതുപോലെ ഇതതുമല്ല. ഒരു അനാസക്ത ജീവി, ഒരു മനുഷ്യൻ. ഈ മനുഷ്യൻ ഒരു മനുഷ്യന്റെ മുഴുവൻ ദുർബലതകളും, ഒരു മനുഷ്യന്റെ മുഴുവൻ ദൗർബല്യങ്ങളും പേർന്ന ഒരു മനുഷ്യനെ നോവൽ ഇയാളെ മാതൃകയാക്കാൻ നമുക്കൊന്നുമില്ല. രവിയിൽ നിന്ന് നിങ്ങളൊരു മാതൃകയും തേടി പോകരുത്. ഇത് വായിക്കുമ്പോൾ ജമാൽ ശ്രദ്ധിക്കണം. രവിയിൽ നിന്ന് ഒരു മാതൃകയും നിങ്ങൾ തേടരുത്. നമ്മൾ കുഴപ്പത്തിലാവും. അതല്ല, പക്ഷെ എന്തായിരുന്നു രവി എന്ന കഥാപാത്രം? രവി മാത്രമോ? ഖസാക്ക് എന്ന് പറയുന്ന ഇപ്പൊ ഇവിടെ നിന്ന് എല്ലാവരും പോയല്ലോ, ആ ഒരു കൊച്ചു ഗ്രാമം കണ്ടു. ആ ഗ്രാമത്തിൽ നിന്ന് പോരുമ്പോൾ ഖസാക്ക് എന്താണെന്ന് ഒരു കണ്ടാൽ മനസ്സിലാവില്ല. വായിച്ചനുഭവിക്കുക തന്നെ വേണം. വായിച്ചനുഭവിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവൂ. കൂമൻകാവിൽ ബസ് ചെന്ന് നിന്നപ്പോൾ രവിക്ക് ആ സ്ഥലം അപരിചിതമായി തോന്നിയില്ല. നോവൽ തുടങ്ങുകയാണ്. മലയാള നോവൽ സാഹിത്യത്തിൽ ഇങ്ങനെ ഒരു തുടക്കമില്ല. അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല നോവൽ ആ സ്ഥലം അപരിചിതമായി തോന്നിയില്ല എന്ന. ഓക്കെ, മലയാള നോവൽ പല രീതിയിൽ തുടങ്ങിയിട്ടുണ്ട്. ബ്രഹ്മാണ്ഡത്തിൽ, ക്ഷീരപഥത്തിൽ, സൗരയൂഥത്തിൽ, ഭൂമിയിൽ, ഭാരതത്തിൽ, ഡൽഹിയിൽ അപ്പു ജനിച്ചു. അതേ റോസ്മേരി ഞാൻ ജനിച്ചു. നോവൽ ഏതാണെന്ന് നിങ്ങൾക്കറിയാം. 1978 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ നോവൽ ഈ ലോകം അതിലൊരു മനുഷ്യൻ. മുകുന്ദൻ ഇങ്ങനെ അവാർഡുകൾക്ക് വാരിക്കൂട്ടുമ്പോഴും ഈ ഒരു പുസ്തകത്തിന് അവാർഡ് കിട്ടിയില്ല. നിങ്ങൾ ഓർക്കുക, അവാർഡിലേക്ക് വന്നില്ല. പക്ഷെ ജനഹൃദയങ്ങൾ ഇത് ഏറ്റെടുക്കുകയായിരുന്നു. മാധവിക്കുട്ടി പോലും ഈ പുസ്തകത്തെ തിരസ്കരിച്ചു. ആധുനികതയുടെ വക്താവ് എന്ന് പറയുന്ന അയ്യപ്പ പണിക്കർ പോലും ഈ പുസ്തകത്തെ വേണ്ടത്ര ഉൾക്കൊണ്ടില്ല. മലയാള സാഹിത്യ രംഗത്ത് പക്ഷെ പുതുവായനക്കാർ ഈ പുതുവർഷത്തുള്ളി പോലെ ഈ പുസ്തകത്തെ ഏറ്റെടുത്തു. എന്തായിരുന്നു പുസ്തകത്തിന്റെ പ്രത്യേക? പുസ്തകത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ. കൂമൻകാവിൽ ചെന്ന് ബസ് ഇറങ്ങുന്ന രവി കൂമൻകാവിൽ ബസ് കയറാൻ നിൽക്കുന്നിടത്താണ് നോവൽ അവസാനിക്കുന്നത്. നിൽക്കുകയല്ല, കിടക്കുകയാണ്. അവസാന വണ്ടി കാത്ത് കൂമൻകാവിൽ തലേ ദിവസം പെയ്തൊഴിഞ്ഞ വർഷച്ചാർത്തിൽ കൊടുങ്കാറ്റ പേമഴ പെയ്യുന്ന പാതിരയിലെങ്ങോ കാറ്റത്തൊടിഞ്ഞു വീണ മാവിൻ കൂട്ടങ്ങൾ. രവി ചെന്നിറങ്ങുമ്പോൾ ഈ മാവിൻ കൂട്ടങ്ങളുടെ ഇടയിലേക്ക് താൻ വന്നു ചേരുമെന്ന് പൂർവജന്മത്തിൽ എപ്പോഴോ നിരൂപിച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട്. ആ മാവുകളെല്ലാം നിലം പൊത്തിക്കിടക്കുന്നതിന്റെ ഇടയിലേക്ക് കടകളെല്ലാം വർഷകാലത്ത് ഇടിഞ്ഞു കിടക്കുന്ന മൺചട്ടകൾക്കിടയിലേക്ക് രവി കാലുവെച്ചു. അതിൻ്റെ ഇടയിൽ നിന്നും
പല്ലുകൾ, നേർത്ത പല്ലുകൾ കാട്ടി സർപ്പം പത്തി വിടർത്തി. അപ്പൊ അതൊരു ആത്മഹത്യ എന്ന ആളുകൾ പറഞ്ഞു. രവി മരിച്ചുവോ? രവി മരിച്ചിട്ടില്ല, ഒരു രണ്ടാം രവിയെ ഇനി ആവിഷ്കരിക്കുമോ ആരെങ്കിലും എന്നൊക്കെ ചർച്ച വന്നു. രവി മരിച്ചിട്ടില്ല എന്ന് വരെ ആളുകൾ പറഞ്ഞു. രവി അവസാന വണ്ടിക്കായി കാത്തുകിടന്നു എന്നാണ് അവസാനത്തെ വാചകം. ഞാനിത് പറയുന്നത് മലയാളത്തിൽ ഒരുപക്ഷെ ബഷീർ കൊണ്ടുവന്ന ഒരു നോവൽ സങ്കല്പം, നോവൽ സ്വരൂപമുണ്ട്, ഒരു വ്യത്യാസം. സാധാരണ ജനങ്ങളുടെ, സാധാരണ കുടുംബങ്ങളുടെ കഥ പറഞ്ഞ അദ്ദേഹത്തിന്റെ കഥാപാത്രം സൃഷ്ടിക്കേണ്ട ഒരു പ്രത്യേകത. വിജയൻ അതല്ല, വിജയൻ അതിനും അപ്പുറമാണ്. ഒരുപക്ഷെ ബഷീർ മലയാളം കണ്ട വലിയ എഴുത്തുകാരനാണ്. വിജയന് ബഷീറിനോട് ഭയങ്കര ആരാധനയായിരുന്നു. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ MT-ക്കും ബഷീറിനോട് വലിയ ആരാധനയായിരുന്നു. ബഷീർ വലിയ എഴുത്തുകാരനാണ്, പ്രതിഭാധനനാണ്. പ്രതിഭയുടെ ദൂസരത കൊണ്ട് ഭ്രാന്ത് പിടിച്ച എഴുത്തുകാരനാണ്, കാര്യത്തിലൊന്നും സംശയമില്ല. പക്ഷെ വിജയനും അതിനും അപ്പുറത്ത്, ഒരുപക്ഷെ അതിനും അപ്പുറത്ത് എവിടെയോ ദാർശനികതയുടെ, മിസ്റ്റിസിസത്തിന്റെ ഒരു പൂർണ്ണ രൂപമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ചെറുപ്പകാലങ്ങളിൽ അച്ഛൻ പോലീസായിരുന്നു, MSP മലബാർ സ്പെഷ്യൽ പോലീസ് ക്യാമ്പിലെ ഉദ്യോഗസ്ഥനായിരുന്നു. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള യാത്രകൾക്കിടയിൽ, ട്രാൻസ്ഫർ യാത്രകൾക്കിടയിൽ ഈ കൊച്ചു ബാലനെയും കൊണ്ടുപോയി. പ്രീമച്ചുറായിരുന്നു വിജയൻ, പ്രീമച്ചുർ ബേബി ആയിരുന്നു. മാസം തികയാതെ പ്രസവിച്ച ഈ കുട്ടിക്ക് എപ്പോഴും അസുഖങ്ങളായിരുന്നു. ഈ അസുഖങ്ങൾ മൂലം അരീക്കോട് എന്ന് പറയുന്ന മലപ്പുറം ജില്ലയുടെ ഒരു ഗ്രാമത്തിൽ ജോലി കിട്ടിയ അച്ഛൻ ഇദ്ദേഹത്തെ സ്കൂളിൽ വിടാതെ, ആരോഗ്യക്കുറവ് പോലെ സ്കൂളിൽ വിടാതിരുന്നു. അരീക്കോടിന്റെ ഒരു വീടിന്റെ മുറ്റത്ത് തിണ്ണയിലിരുന്ന് ആകാശത്തേക്കും അകലെയുള്ള പച്ചപ്പിലേക്കും നോക്കിയിരുന്നു. വിജയൻ എന്തെല്ലാം അന്നേരെ ഇരുന്നു. പിന്നീട് പിൽക്കാലത്ത് ഡൽഹിയിൽ നിന്ന് തിരിച്ചു വന്ന അരീക്കോട്ടിലെ ആ വീട്ടിൽ പോയി വിജയൻ ഇരുന്നത് വീണ്ടും നാം ഓർക്കുന്നു. വിജയൻ മലയാളത്തിന്റെ ദൈക്ഷണിക ഭാവമായി വളർന്നു. ആദ്യം വിജയൻ ജോലി കിട്ടി, എം എ ലിറ്ററേച്ചർ എടുത്ത് പഠിച്ച് അദ്ദേഹം വിക്ടോറിയ കോളേജിൽ അധ്യാപകനായി. അവിടെ തുടരാൻ കഴിയാതെ അധ്യാപകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിയില്ലായിരുന്നു. നിങ്ങൾക്കറിയാവുന്നതുപോലെ ശബ്ദം കുറവായിരുന്നു അദ്ദേഹത്തിന് ആരോഗ്യക്കുറവായിരുന്നു, നന്നായി അവതരിപ്പിക്കാനുള്ള ശേഷിയില്ലായിരുന്നു. ഒരു അധ്യാപകൻ എന്ന നിലയിൽ അദ്ദേഹം പരാജയമായിരുന്നു. അദ്ദേഹം തഞ്ചാവൂരും മധുരയിലൊക്കെ പോയി. അവിടെയൊക്കെ പോയി ഏതോ ഒരു കുട്ടിയോട് മധുരയിൽ വെച്ച് ചോദിച്ചു, എന്താ നിന്റെ പേര്? വീരകട്ട ബൊമ്മ പാണ്ഡ്യൻ എന്ന മറുപടി കേട്ട് ഞെട്ടി അന്ന് തന്നെ അവിടുന്ന് തിരിച്ചു പോന്നു. അത്രയ്ക്കൊരു പാവം മനുഷ്യനായിരുന്നു. അങ്ങനെ തിരിച്ചു പോരുകയും പിന്നെ തഞ്ചാവൂർ പോവുകയും അവിടുന്ന് തിരിച്ചു പോരുകയും പിന്നെ ശങ്കേഴ്സ് വീക്കിലിയിലേക്ക് പോവുകയൊക്കെ ചെയ്തു. കാർട്ടൂണിസ്റ്റായി പോയി. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ പറയാൻ വരുന്നത്, അങ്ങനെ ഇരിക്കെ ഡൽഹിയിലെ ജീവിതത്തിൽ മുഴുവൻ മലയാളക്കര ഇങ്ങനെ നിന്നു. മലയാളക്കര പിടിച്ചു നിന്നു. അവിടെയൊക്കെ മുകുന്ദനുമായി ചർച്ച ചെയ്തു, അവിടെ MB നാരായണപിള്ളയുമായി ചർച്ച ചെയ്തു, കാക്കനാടനുമായി ചർച്ച ചെയ്തു. കാക്കനാടനൊക്കെ കാഫ്കയെയും കാമുവിനെയും സാർത്തിനെയും ഒക്കെ കൊണ്ടു നടക്കുന്ന കാലമാണ്. അന്ന് ലോക സാഹിത്യം 3 പേരിലേക്ക് കേന്ദ്രീകരിച്ചു. ആൽബർട്ട് കാമ്യുവിലേക്ക്, കാഫ്കയിലേക്ക്. കാക്കനാടൻ അറിയപ്പെട്ടത് കാഫ്കനാടൻ എന്നായിരുന്നു. കാഫ്കനാടൻ എന്നുകൂടി കാക്കനാടനെ കളിയാക്കി വിളിച്ചു. നോക്കൂ, ആ കാലഘട്ടത്തിലാണ് അദ്ദേഹം ഉഷ്ണമേഖലയൊക്കെ എഴുതുന്നത്. അങ്ങനെ ഫ്രഞ്ച് സാഹിത്യത്തിലെ എക്സിസ്റ്റൻഷ്യലിസം അല്ലെങ്കിൽ അസ്തിത്വ ദുഃഖം മലയാള സാഹിത്യത്തിലേക്ക് പടരുകയൊക്കെ ചെയ്തതിന്റെ ഫലമാണ് ഡൽഹി പോലുള്ള നോവലുകൾ, ആവിലാവിൽ സൂര്യോദയം പോലുള്ള, അല്ലെങ്കിൽ ഹരിദ്വാരിൽ മണിമുഴങ്ങുന്നു തുടങ്ങിയ നോവലുകളൊക്കെ. പക്ഷെ വിജയൻ അതിന്റെ പുറകെ അല്ല പോയത്. വിജയൻ ഒരു ശുദ്ധ ഗ്രാമത്തിലേക്ക്, ഒരു നഗരത്തിന്റെ ദുർഭഗ സന്തതി ചെന്നിറങ്ങുകയാണ്. ആലോചിച്ച് നോക്കൂ, ഒരു നഗരഹൃദയത്തിൽ നിന്നും ചെന്നൈയിൽ കോളേജിലൊക്കെ പോയി പഠിച്ചിട്ട് പഠനം പൂർത്തിയാക്കാതെ ഫിസിക്സ് എടുത്ത് പഠിച്ച ആ പഠനം പരീക്ഷയുടെ തലയിൽ നിന്ന് അവിടെ നിന്ന് ഒളിച്ചോടുന്ന രവി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ. ഇയാളുടെ പ്രശ്നം എന്താണ് നിങ്ങൾ ആലോചിച്ചു? ഇയാൾക്ക് എന്താണ് പ്രശ്നം? ഇയാളുടെ അമ്മ മരിച്ചു. അമ്മ മരിക്കുന്നത് ഇളയാളെ ഗർഭിണിയായിരിക്കുമ്പോഴാണ്. ആ വയറിലേക്ക് ചാഞ്ഞിരുന്ന് ആ അമ്മയുടെ നേരെ നോക്കുമ്പോൾ അമ്മ നക്ഷത്രക്കുട്ട എന്ന് വിളിക്കും. നക്ഷത്രക്കുട്ടൻ നേരെ വെയിലിലേക്ക് നോക്കും. വെയിലിന്റെ മുകളിൽ നിന്ന് ഇതാ കൽപ്പവൃക്ഷത്തിൽ നിന്ന് കരിക്കിൻ കുലകൾ ആരൊക്കെയോ ദേവന്മാർ തിന്ന് താഴോട്ടിടുമ്പോൾ അത് തിന്നാൻ തോന്നും. കാരണം കണ്ണിൽ കാണുന്ന ചെറിയ ചെറിയ കുമിളകൾ പോലുള്ള ചില പ്രതിഭാസങ്ങൾ, അതൊക്കെ കണ്ട് അവൻ അങ്ങനെ ഇരിക്കും. അപ്പോൾ നക്ഷത്രക്കുട്ട എന്ന് പറഞ്ഞ അമ്മ കഥ പറയും. ആ അമ്മ മരിച്ചു, പ്രസവത്തോടെ അമ്മ മരിച്ചു. അച്ഛൻ രണ്ടാമത് കെട്ടി. അച്ഛൻ ഊട്ടിയിലെ തോട്ടത്തിലെ ഡോക്ടറാണ്. ഡോക്ടർ രണ്ടാമത് കല്യാണം കഴിച്ചു. പക്ഷെ അച്ഛന് വയ്യ. അവിടെ അച്ഛന് സഹായിയായി രവി നിൽക്കുമ്പോഴൊക്കെ പലപ്പോഴും ചെറുപ്പക്കാരിയായ ചിറ്റമ്മ രവിയെ മറ്റു ചില കാര്യങ്ങൾക്കായി പ്രേരിപ്പിച്ചു. സുന്ദരിയായിരുന്നു ചിറ്റമ്മ, വളരെ സുന്ദരിയായിരുന്നു. അപ്പോൾ രവിയെ വരിഞ്ഞു മുറുകി
രവിയുടെ മുറിയിൽ ചിറ്റമ്മയും ഒന്നിച്ച് കിടക്കുമ്പോൾ രവി ചിറ്റമ്മയോട് പറയും, ചിറ്റമ്മേ ആ പുടവ എടുത്തുടുക്കൂ എന്ന് പറയും. അപ്പോൾ അച്ഛന്റെ നിലയ്ക്കാത്ത ശ്വാസം അപ്പുറത്ത് നിന്ന് മുഴങ്ങുന്നുണ്ടാവും. നിലയ്ക്കാത്ത ശ്വാസം. രവിക്ക് കുറ്റബോധം ഉണ്ടായി. അച്ഛനാണ്, അമ്മയുടെ സ്ഥാനത്താണ് ചിറ്റമ്മ. പക്ഷെ രവിക്ക് വല്ലാതെ കുറ്റബോധത്താൽ വല്ലാതെ ബുദ്ധിമുട്ട് പലപ്പോഴും. എന്നെ വിടൂ, ഞാൻ പോകട്ടെ എന്ന് ചിറ്റമ്മയോട് പറയുമ്പോൾ, ഞാൻ മുറിയിലേക്ക് പോകട്ടെ എന്ന് പറയുമ്പോൾ ചിറ്റമ്മ വരിഞ്ഞു മുറുക്കും. ഇല്ല, നീ പോവരുത്, നിന്നെ ഞാൻ വിടില്ല എന്ന് പറയും. അങ്ങനെ ഒരു രാത്രിയിൽ ചിറ്റമ്മ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് അച്ഛന്റെ കാല് തൊട്ട് വന്നിച്ച്, സായാഹ്നങ്ങളുടെ അച്ഛ, ഞാൻ യാത്രയാവുകയാണ്, സായാഹ്ന യാത്രകളുടെ അച്ഛ. രണ്ടോ മൂന്നോ സ്ഥലത്ത് ഈ പ്രയോഗമുണ്ട്. വിജയന്റെ അത്യപൂർവമായ ചില പ്രയോഗങ്ങൾ. നോവലിന്റെ അവസാന കാലത്ത് കുഞ്ഞാമിന, നിങ്ങൾ പുകാമാഷ എന്ന് ചോദിച്ചുകൊണ്ട് കുഞ്ഞാമിന അവരുടെ തെരണ്ട് കല്യാണത്തിന്റെ ആഹാര പദാർത്ഥങ്ങളുമായി രവിയുടെ അടുത്ത് എത്തുന്നുണ്ട്. ഉമ്മ തന്നുവിട്ടതാണ് എന്ന് പറഞ്ഞ്. ഈ കുഞ്ഞാമിന വലിയൊരു കഥാപാത്രമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് പോലെ, അപ്പോൾ അവൾ ചോദിക്കുന്ന, നിങ്ങൾ പോകുകയാണോ മാഷേ എന്ന് അവിടെയും കുഞ്ഞാമിനയോട് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ രവി അവസാനമായി ഖസാക്കിനെ യാത്ര പറയുമ്പോൾ, സായാഹ്നങ്ങളുടെ അച്ഛ, മന്ദാരങ്ങളുടെ ഇലകൾ ചേർത്ത് തുന്നിയ പുനർജനിയുടെ കൂട് വിട്ട് ഞാൻ യാത്രയാവുകയാണ്. എന്താ ഒരു പ്രയോഗം! മലയാള ഭാഷ ഇങ്ങനെ ഒരു ഭാഷ കേട്ടിട്ടുണ്ടോ? അച്ഛനെ ഓർക്കുക. ആ സമയത്ത് സായാഹ്നങ്ങളുടെ അച്ഛൻ. എന്താണ് സായാഹ്നങ്ങളുടെ അച്ഛൻ? സായാഹ്ന കാലത്താണ് രവിയുടെ കൈ പിടിച്ച് നടന്ന് കഥ പറഞ്ഞു കൊടുത്തത്. സായാഹ്നങ്ങളിലാണ് രവിയുടെ കൈ പിടിച്ച് നടന്ന് ഈ അച്ഛൻ കഥ പറഞ്ഞു കൊടുത്തത്. ആ അച്ഛന്റെ കാല് തൊട്ട് വന്നിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. നിങ്ങൾ ഓർക്കുക, ഇവിടെ നിന്ന് വർഷങ്ങൾ 2 ഇവിടെ താമസിച്ചത്, ഖസാക്കിൽ താമസിച്ചത്. അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോഴും സായാഹ്നങ്ങളുടെ അച്ഛ, മന്ദാരങ്ങളുടെ ഇലകൾ ചേർത്ത് തുന്നിയ ജനിമൃതികളുടെ കൂട് വിട്ട് ഞാൻ യാത്രയാവുകയാണ്. എന്താ നിങ്ങൾ എവിടുന്നാണ് ഈ പ്രയോഗം കിട്ടുന്നത്? കാരണം ഒരിക്കൽ ഒരു സായാഹ്ന യാത്രയിൽ ഇവന്റെ കൈ പിടിച്ച് നടക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു, മോനെ ദാ നോക്കൂ. പച്ചിലച്ചാർത്തുകളിലേക്ക് നോക്കിയിട്ട് അച്ഛൻ പറഞ്ഞു, ദാ ആ പക്ഷിയുടെ പേരറിയാവോ നിനക്ക്? ഇല്ലച്ചാ. അപ്പൊ പറഞ്ഞു, അതാണ് തയ്യൽക്കാരൻ പക്ഷി. അതാണ് തയ്യൽക്കാരൻ പക്ഷി. ആ പക്ഷികൾ ഇലകൾ ചേർത്ത് തുന്നിയിട്ടാണ് കൂടുണ്ടാക്കുന്നത്. ഇലകൾ ചേർത്ത് തുന്നിയിട്ടാണ് കൂടുണ്ടാക്കുന്നത്. അച്ഛൻ പറഞ്ഞു കൊടുത്ത തയ്യൽക്കാരൻ പക്ഷിയുടെ ആ മിത്താണ്, ബിംബമാണ് പിൽക്കാലത്ത് ഇതുപോലെ ഒരു മനോഹരമായ ഭാഷയിലേക്ക് വഴുതി വീഴുന്നത്. നിങ്ങൾ ഓർക്കുക, ഞാൻ പറഞ്ഞ 1950കളിലാണ് മലമ്പുഴ ഡാം നടക്കുന്നത്. അന്നാണ് ഇതിന്റെ കാലഘട്ടം. കാരണം നോവലിന്റെ ആദ്യത്തെ അധ്യായത്തിൽ തന്നെ കൂമൻകാവിൽ ബസ് ഇറങ്ങി രവി ഖസാക്കിലേക്ക് നടക്കുകയാണ്. ഖസാക്കിലേക്ക് 4-5 മൈലീസ് ഉണ്ടാകും. അങ്ങോട്ട് നടക്കുമ്പോൾ ഒരു ചുമട്ടുകാരനുണ്ട്. അയാളാണ് രവിയുടെ പെട്ടിയൊക്കെ എടുക്കുന്നത്. അയാൾ മലമ്പുഴയെ കുറിച്ച് പറയുന്നുണ്ട്, മലമ്പുഴ ഡാമിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ നോവലിന്റെ കാലഘട്ടം 1950കളാണ് എന്ന് നമ്മൾ ഊഹിക്കണം. ഇത് എഴുതിയത് 1968 പറയണം. എഴുതിയിട്ടും വീണ്ടും MP നാരായണ പിള്ളയെ വീണ്ടും കാക്കനാടനെ കാണിച്ച് എത്ര വർഷം രവി വിജയൻ ഇത് കൊണ്ടു നടന്നു എന്ന് നിങ്ങൾക്കറിയാമോ? പ്രസിദ്ധീകരിക്കാതെ വീണ്ടും പ്രസിദ്ധീകരിക്കാതെ കൊണ്ട് നടന്നു. അപ്പുക്കിളി എന്ന പേരിൽ വിജയൻ ഒരു ചെറുകഥ അതിനു മുമ്പ് എഴുതി മാതൃഭൂമി പ്രസിദ്ധീകരിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് വിജയൻ ഇതിലേക്ക് വരുന്നത്. ഞാൻ പറയുന്നത്, അങ്ങനെ ഇത് ഇറങ്ങി നടന്ന് ഖസാക്കിലേക്ക് എത്തുമ്പോഴേക്കും സംഭവങ്ങളെല്ലാം ഇങ്ങനെ ഓരോന്നായി പറഞ്ഞ് ചിറ്റമ്മയുമായിട്ടുള്ള ബന്ധമെല്ലാം ഇങ്ങനെ ഓർമ്മകളിലൂടെ അനാവരണം ചെയ്യപ്പെടുന്നു. അത് മാത്രമല്ല, അവിടെ നിന്ന് ഒളിച്ചോടിയിട്ട് ആശ്രമങ്ങൾ എത്ര ഇടങ്ങളിലൂടെ ഇയാൾ സഞ്ചരിച്ചിട്ടുണ്ടാവും. അവസാനം അയാൾ അവിടെ നിന്ന് പോരുമ്പോൾ ഒരു പ്രഭാതത്തില് ഒരു ആശ്രമത്തിൽ നിന്ന് വളരെ പ്രഭാതത്തിൽ നേരം വെളുക്കുന്നതിന് മുമ്പ് ഇറങ്ങിപ്പോരുമ്പോൾ അതിനകത്തെ അന്തേവാസിയായ ഒരു സ്വാമിനിയുടെ ഉടമ മാറിപ്പോയിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കുക. 1-ാം അധ്യായത്തിൽ തന്നെ അത് പറയുന്നു. ആ തമ്മിൽ മാറിപ്പോയിരുന്നു. ഇദ്ദേഹത്തിന്റെ പുടവ അവിടെ ഇട്ടിട്ട് ആ സ്വാമിനിയുടെ പുടവ എടുത്തുകൊണ്ടാണ് രാവിലെ പോരുന്നത്. ശ്രദ്ധിച്ചില്ല, രാവിലെ നേരം വെളുത്തില്ലായിരുന്നു. അപ്പൊ എത്രമാത്രം അസാൻമാർഗികമായ, എത്രമാത്രം ആ രവിയുടെ ജീവിതം മുഴുവൻ ഇത്തരത്തിലുള്ള ചില അഗമ്യ ഗമനങ്ങളിലേക്ക് വഴുതി പോവുകയായിരുന്നു. അവിടെ നിന്നെല്ലാം ഒരു ജ്ഞാനസ്നാനം, അവിടെ നിന്നെല്ലാം ഒരു മോക്ഷം, അവിടെ നിന്നെല്ലാം ഒരു സ്നാനം നേടാനായി ഗ്രാമവിശുദ്ധിയിലേക്ക് ഏകാധ്യാപക വിദ്യാലയത്തിലെ മാഷായി വരുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ, ചരിത്രം അറിയാവുന്ന പോലെ, മലബാറിലെ PT ഭാസ്കരൻ മാഷ് കമ്മീഷനായി വന്നപ്പോൾ ഏകാധ്യാപക വിദ്യാലയങ്ങൾ തുടങ്ങാൻ, ഇപ്പോഴത്തെ MDLC അല്ല, ഇപ്പൊ നിങ്ങൾക്കറിയാം മൾട്ടി ഗ്രേഡ് ലേണിംഗ് സെന്റേഴ്സ് എന്ന് പറഞ്ഞ് DPP വന്നപ്പോൾ നമ്മൾ
കുറെ MGLC-കൾ, ഏകാധ്യാപക ആൾട്ടർനേറ്റ് സ്കൂൾസ് എന്ന് പറഞ്ഞ് സ്ഥാപിച്ചു. അതിന്റെ മോഡൽ അത് ഇവിടെ നിന്നാണ് കിട്ടിയത്. അങ്ങനെ അന്ന് തുടങ്ങിയപ്പോൾ അങ്ങനെയാണ് ഈ രവി അവിടെ വരുന്നത്, ഖസാക്കിൽ വരുന്നത്. ഖസാക്കില് 2 പള്ളിക്കൂടങ്ങൾ, കൂമൻകാവിൽ ഒരു പള്ളിക്കൂടമുണ്ട്, കേലൻ മാഷിന്റെ ഒരു പള്ളിക്കൂടം. അത് കൂമൻകാവിൽ നിന്ന് പിന്നെ 4-5 കിലോമീറ്റർ അകലെയാണ് ഖസാക്ക്. ആ ഖസാക്കിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു ഓത്തുപള്ളിയുണ്ട്. ആ ഓത്തുപള്ളിയിൽ ഒരു മദ്രസയാണ്. ആ മദ്രസയിൽ അസ്വദ് അന്ന മുഹമ്മദ് റസൂലല്ലാഹ് എന്ന അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന 5 നേരം മുടങ്ങുന്ന, ഇല്ലേ? അപ്പോ ആ ബാങ്ക് വിളി മുടങ്ങുന്ന സ്ഥലം, അതാണ് പ്രധാനമായിട്ട് ഇതിന്റെ ഒരു ഹൈലൈറ്റ്. ഈ ഈ ഈ നോവലിന്റെ തന്നെ ഒരു ഹൈലൈറ്റാണ്. അവിടെ അള്ളാപ്പിച്ച മുല്ലാക്ക ഒരു വല്ലാത്ത കഥാപാത്രം, ഒരു വല്ലാത്ത കഥ. അള്ളാപ്പിച്ച മുല്ലാക്കയുടെ ഓത്തുപള്ളിയിൽ അള്ളാപ്പിച്ച മുല്ലാക്ക റൗത്രന്മാരുടെ കുട്ടികൾക്ക് കഥകൾ പറഞ്ഞു കൊടുത്തു. 1001 കുതിരകളുമായി സയ്യിദ് മിയാൻ ഷെയ്ഖ് തങ്ങൾ ആ കുതിരപ്പടയോടുകൂടി ഖസാക്കിലെത്തിയ കഥ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു. 1000 ഒരു പൗർണമി രാത്രിയിൽ എല്ലാ കുട്ടികളോടും അള്ളാപ്പിച്ച മുല്ലാക്ക ഈ കഥ പറഞ്ഞിട്ടുണ്ട്. വരുന്ന കുട്ടികളോടൊക്കെ പണ്ട് വളരെ പണ്ട് ഒരു പൗർണമി രാവിൽ സയ്യിദ് മിയാൻ ഷെയ്ഖ് തങ്ങളുടെ കുതിരപ്പട ഖസാക്കിന്റെ ആ പനം കാടുകളിലെത്തിയ കഥ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിൽ 1000 കുതിരകളും വെള്ളക്കുതിരകളായിരുന്നു, കേടറ്റ വെള്ളക്കുതിരകൾ. അതിലൊരു കുതിര മാത്രം ചടച്ച ചെമ്പൻ കുതിരയായിരുന്നു. അതിന്റെ കാലിന് മുടന്തുണ്ടായിരുന്നു. സയ്യിദ് മിയാൻ ഷെയ്ഖ് തങ്ങൾ ആ കുതിരപ്പുറത്തായിരുന്നു. ആ കുതിരയ്ക്ക് പറ്റില്ലാതെ വരുമ്പോൾ എല്ലാ കുതിരകളും നിൽക്കണമെന്ന് ഷെയ്ഖ് തമ്പുരാൻ കൽപ്പിച്ചിരുന്നു. കഥ കേട്ട ഓരോ തലമുറയിലെ കുട്ടികളും അള്ളാപ്പിച്ച മുല്ലാക്കയോട് ചോദിച്ചു, അത് എതുക്ക് മുല്ലാക്ക, അന്ത കുതിരയ്ക്ക് യാര് തുണൈ എന്ന് ചോദിച്ചു. അവിടെ ഖസാക്കിലെ ഭാഷ നിങ്ങൾ അറിയണം. ഇതാണ് ഖസാക്കിലെ ഭാഷ. അവിടെയാണ് ഖസാക്കിലെ ഭാഷ നമ്മൾ തിരിച്ചറിയേണ്ടത്. തമിഴും മലയാളവും നാടൻ പദങ്ങളും എല്ലാം കൂടിച്ചേർന്ന ഒരു വഴക്കം, ഒരു ഭാഷാ വഴക്കം. ആ ഭാഷാ വഴക്കത്തിലേക്ക് ആദ്യം നമ്മൾ അതിന്റെ ദ്വാരത്തിലേക്ക് താക്കോലിടണം. അല്ലാതെ വായിക്കാനാവില്ല, അല്ലാതെ വായിച്ച് മുന്നോട്ട് പോകാൻ നമുക്കാവില്ല. അത് വായിച്ചേ പറ്റൂ. അപാരമായ ഒരു മിത്തിലൂടെയാണ് തുടങ്ങുന്നത്. കുട്ടികൾ ചോദിച്ചു, അത് എതുക്കും മുല്ലാക്ക, അന്ത കുതിരയ്ക്ക് യാര് തുണൈ, അന്ത കുതിരയ്ക്ക് പടച്ച തമ്പുരാൻ തുണൈ, സയ്യിദ് മിയാൻ ഷെയ്ഖ് തങ്ങൾ. രാവുത്രന്മാരുടെ കുട്ടികളും രാവുത്രന്മാരും എല്ലാം ഈ കഥ കേട്ടു, ഖസാക്കിലെ ഈ കഥ കേട്ടു. അങ്ങനെ കഥ കേട്ട് വളർന്നു. അങ്ങനെ കഥ കേട്ട് വളരുന്ന ആ ഇടത്തിലേക്കാണ് രവി ചെല്ലുന്നത്. അള്ളാപ്പിച്ച മുല്ലാക്ക അറിഞ്ഞു, ഇവിടെ ഒരു പുതിയ സർക്കാർ സ്ഥാപനം വരുന്നു. തനിക്കത് പാരയാണ്. തനിക്കത് തൻ്റെ മദ്രസ നിന്നുപോകും. മതപഠനം മാത്രമായി ചുരുങ്ങും. മതപഠനം മതി, ബാക്കി ഭൗതിക പഠനങ്ങളൊന്നും വേണ്ട എന്ന് വിചാരിച്ചിരുന്ന ഒരു ഗ്രാമാതിർത്തിക്കുള്ളിലേക്കാണ് വിജയൻ ഇത്തരം വലിയൊരു വിപ്ലവാത്മകമായ ചിന്തയുമായി രവി കടന്നു ചെല്ലുന്നത്. രവി ആർക്കൊന്നും ചെയ്യാനാവില്ല. പക്ഷെ രവിയെ കേശവൻ നായർ, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ കേശവൻ നായർ അവിടുത്തെ ജന്മിയാണ്. കേശവൻ നായർ തുണച്ചു. അയാളുടെ ഞാറ്റുപുരയിൽ രവിക്ക് ക്ലാസ് തുടങ്ങാൻ അവസരം. ഞാറ്റുപുര ഇന്നും അവിടെയുണ്ട്, നിങ്ങൾ പോയപ്പോൾ കണ്ടു കാണും. ഞാറ്റുപുരയിൽ രവിക്ക് അവസരം കൊടുത്തു. ആ ഞാറ്റുപുരയിൽ രവി ക്ലാസ് തുടങ്ങാൻ തീരുമാനിച്ചു. പക്ഷെ കുട്ടികൾ വേണ്ടേ? കേശവൻ നായരും മരുമകനായ മാധവൻ നായരും നടന്നു. പക്ഷേ അള്ളാപ്പിച്ച മുല്ലാക്ക എതിർ നിന്നു. നിങ്ങൾ ഓർക്കുക, അള്ളാപ്പിച്ച മുല്ലാക്കയുടെ സുന്ദരിയായ മകൾ മൈമൂന, അവളാണ് ആ ഗ്രാമത്തിന്റെ ആകാശമാണ് അവൾ. ആകാശമാണ്. ആ നാടിന്റെ നടുവരമ്പത്തിലൂടെ ഒരു ആകാശം പോലെ മൈമൂന നടന്നു. മൈമൂന ഖസാക്കിന്റെ സുന്ദരിയായിരുന്നു. അവരുടെ വിരലുകൾ തൊട്ട് അങ്ങ് വരെ, കൈയുടെ തണ്ട കയറുന്നത് വരെ നീല ഞരമ്പുകൾ കാണാമായിരുന്നു. ഒരിക്കൽ പോലും അവൾ തട്ടം ഇട്ടിട്ടില്ല. ഔറത്ത് മറയ്ക്കാൻ അവളോട് പറയുന്ന സന്ദർഭങ്ങളിലൊന്നും ഒരള്ളാപ്പിച്ച മുല്ലാക്ക പറഞ്ഞപ്പോൾ അവൾ അത് ഇട്ടിട്ടില്ല. അവൾ തട്ടമിട്ടിട്ടില്ല. തട്ടമില്ലാതെ അവൾ നടന്നു. കുപ്പായം ഇറുകിയ കുപ്പായ, എന്തിട്ടാ നിങ്ങള് ഇറുകിയ കുപ്പായിട്ട് നടക്കണേന്ന് അവളോട് ചോദിച്ചിട്ടുണ്ട്. ഈ പോടാ എന്ന് അവൾ മറുപടി പറയുമായിരുന്നു. അവൾ ഈ ആകാശം പോലെ നടക്കുമായിരുന്നു നടുവരമ്പിലൂടെ. അവിടെ മൈമൂനയെ
മൈമൂനയെ കെട്ടിച്ചു കൊടുക്കണമെന്ന്, നൈസാമലി എന്ന് പറയുന്ന ചെക്കനെ കെട്ടിച്ചു കൊടുക്കണമെന്ന് അള്ളാപ്പിച്ച മുല്ലാക്കയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അവന് പെണ്ണുങ്ങളുടെ ചുണ്ടും പെണ്ണുങ്ങളുടെ കണ്ണുമുള്ളവനായിരുന്നു നൈജാമലി. നൈസാമലി എന്നും നൈജാമലി എന്നൊക്കെ പറയുന്ന ഈ ചെറുക്കന്, ഈ പെണ്ണിന് തിത്തിബി ഉമ്മ എന്ന് പറയുന്ന അള്ളാപ്പിച്ച മുല്ലാക്കയുടെ ഭാര്യയ്ക്കും ഉണ്ടായിരുന്നു ആ ആഗ്രഹം. അള്ളാപ്പിച്ച മുല്ലാക്ക പറഞ്ഞത് കഴിഞ്ഞപ്പോൾ മുതൽ ആഗ്രഹം. പക്ഷെ ഒരു സുപ്രഭാതം നൈജാമലി നാടുവിടുകയും 4 വർഷം കഴിഞ്ഞ് നൈജാമലി തിരിച്ചു വരികയും ചെയ്ത സന്ദർഭത്തിലാണ് രവി അവിടെ ചെന്ന് നിൽക്കുന്നത്. നിങ്ങൾ ഓർക്കുക, രവി അവിടെ ചെന്ന് നിൽക്കുന്നത്, ക്ലാസ് ആരംഭിക്കുക, അതിനുവേണ്ടി അതിനുവേണ്ടി അള്ളാപ്പിച്ച മുല്ലക്കോട് എതിർത്തു നിന്നതും നൈജാമലിയായിരുന്നു. ഇത് അയാൾ ചോദിച്ചു, ഇത് വന്ന കാര്യം ആരുമേ പറഞ്ഞില്ല എന്ന് അയാൾ പറഞ്ഞു. ആരും പറഞ്ഞില്ല. പക്ഷേ നൈജാമലി പുറത്തുപോയി കമ്മ്യൂണിസ്റ്റായി തിരിച്ചു വന്നു. നൈസാമലിയെ സംബന്ധിച്ചിടത്തോളം നൈസാമലി പറഞ്ഞു, നൈസാമലി അല്ല, നീ നൈസാമലി എന്ന് അള്ളാപ്പിച്ച മുല്ലക്ക പറഞ്ഞപ്പോ, അല്ല, ഞാൻ ഖാലിയാർ, ഞാൻ ഖസാക്കിന്റെ ഖാലിയാരാണ്, ഞാനാണ് സയ്യിദ് മിയാൻ ഷെയ്ഖ് തങ്ങളുടെ അടുത്ത പിൻഗാമി. എന്ന് പറഞ്ഞ് അള്ളാപ്പിച്ച മുല്ലക്ക മണ്ണെടുത്ത് ഊതി അവന്റെ നേരെ വിട്ടു. പക്ഷെ അവൻ ചിരിച്ചു. മണ്ണെടുത്ത് ഊതി മൊല്ലാക്ക വിട്ട സമയത്ത് മൊല്ലാപ്പ വല്ലാതെ ഒന്ന് ചാഞ്ഞുപോയി. അത് ഖസാക്കുകാർ കണ്ടു. നൈജാമലിയാണ് വലിയ ആൾ. നൈജാമലിയുടെ നേർക്ക് മന്ത്രം ഓതിയപ്പോൾ അള്ളാപ്പിച്ച മുല്ലാക്കയ്ക്ക് അടിപതറി എന്ന് ഖസാക്കുകാർ വിശ്വസിച്ചു. രവിയുടെ ക്ലാസ് തുടങ്ങി. ഇടയ്ക്ക് ഒത്തിരി സംഭവങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം. രവിയുടെ ക്ലാസ് തുടങ്ങുമ്പോൾ എന്ത് പറയണമെന്ന് അതിനു മുമ്പ് ക്ലാസ്സിൽ ഈ അള്ളാപ്പിച്ച മുല്ലാക്കന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്നത് മുസ്ലിം വീടുകളിൽ നിന്നാണല്ലോ. നിങ്ങൾക്കറിയാം, മുസ്ലിം വീടുകളിൽ നിന്ന് വലിയ തട്ടത്തിൽ ഇങ്ങനെ ആഹാരം, ഇവിടെയൊക്കെ അങ്ങനെ ഉണ്ടാവും. ഞാൻ മലപ്പുറത്ത് പഠിപ്പിച്ചുകൊണ്ട് എനിക്കറിയാം. ഓരോ മുല്ലക്കാരുടെയും വീട്ടിലേക്ക് ഈ വലിയ തട്ടുകളായി ഇങ്ങനെ ആഹാരം കൊണ്ടുപോകും. അതിനകത്ത് ഏറ്റവും നല്ല ആഹാരം അതായിരിക്കും. ആ വീട്ടിൽ ജീവിതത്തിൽ എന്നും ഉണ്ടാക്കുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ആഹാരം തട്ടുതട്ടായി കൊണ്ടുപോകും. എന്നെ വിളിക്കാൻ മുല്ലാക്കന്മാർ അവിടെ വിളിച്ചിട്ടുണ്ട്. അസ്വദ് അന്ന മുഹമ്മദ് റസൂലല്ലാ എന്ന് പറയുന്ന സമയത്തും അസ്സലാത്ത് ഖൈറും മിനന്നൗ എന്ന് പറഞ്ഞ് ഈ ഉറക്കത്തെക്കാൾ എത്രയോ ഭേദമാണ് നിസ്കാരം അല്ലെങ്കിൽ പ്രാർത്ഥന എന്ന് കേട്ടാണ് ഞാൻ പലപ്പോഴും ഉണരുക. കാരണം പള്ളിയുടെ അടുത്തായിരുന്നു ഞാൻ താമസിച്ചത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പൊ അവിടെ ആ ഭക്ഷണം കഴിക്കാൻ എന്നെ വിളിച്ചിട്ടുണ്ട് പലപ്പോഴും മൊല്ലാക്കമാർ. അപ്പോ അങ്ങനെ പള്ളിക്കകത്ത് കയറിയിട്ടുണ്ട്. നസ്രാണിയായ ഞാൻ എത്രയോ വട്ടം അവർക്ക് അതിനകത്തൊന്നും ഒരു വിഷയമില്ലായിരുന്നു. ബാങ്ക് കൊടുക്കാവോ മാഷ് എന്നോട് ചോദിച്ചത്. ബാങ്ക് കൊടുക്കാനൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഞാനിത് അപ്പൊ സലാത്തും ആ തക്ബീറും ഒക്കെ ചൊല്ലിപ്പടിച്ചു. ആ കൂട്ടത്തിൽ പഠിച്ചാണ് ഞാൻ മലപ്പുറത്തുനിന്ന് പോകുന്നത്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാല് നിങ്ങൾ ഓർക്കുക, അപ്പൊ ഇതിന്റെ ഭക്ഷണത്തെ രീതിയെ കുറിച്ച് എനിക്കറിയാം. മൊല്ലാക്കയുടെ ഭക്ഷണം അന്ന് കൊണ്ടുവരേണ്ടത് കുഞ്ഞാമിനെയായിരുന്നു. കുഞ്ഞാമിന ഭക്ഷണം കൊണ്ടുവന്നില്ല. പോന വഴിക്ക് ഉമ്മ കൊടുത്തുവിട്ട വെള്ളയപ്പം അവൾ കാട്ടിക്കിട പോന്നപ്പോൾ അരശിപ്പൂക്കൾ വിതറിക്കിടന്നതിനിടയിലൂടെ കാട്ടുമയിലുകൾ നടക്കുന്നുണ്ടായിരുന്നു. അവൾ പാത്രം തുറന്ന് പൊതിയരിച്ച് അവള് ആ കാട്ടുമയിലുകൾക്ക് വെള്ളയപ്പം നുറുക്കി ഇട്ട് കൊടുത്തു. എല്ലാം കഴിഞ്ഞു. എല്ലാം കാട്ടുമയിലുകൾ കൊത്തി തിന്നു കഴിഞ്ഞപ്പോ കഴിഞ്ഞു മയിലേ എന്ന് മയിലിനോട് പറഞ്ഞു. പക്ഷെ ഒരു മയിൽ ഓടി വന്ന് അവളുടെ കാലെ കൊത്തി ചോര വന്നു. പക്ഷെ അവൾക്ക് അത് ഇഷ്ടമായിരുന്നു. അവൾ കൂട്ടുകാരോടൊക്കെ പറഞ്ഞു. മൊല്ലാക്ക വന്നു, ഇന്ന് ആരുടെയാണ് ഊഴം എന്ന് ചോദിച്ചു. അവൾ എഴുന്നേറ്റ് നിന്നപ്പോൾ എല്ലാ കുട്ടികളും വിചാരിച്ചു മൊല്ലാക്ക അവളെ തല്ലുമെന്ന്. പക്ഷേ മൊല്ലാക്ക പെട്ടെന്ന് ഈ കാര്യം ഓർത്തു. ഏതാ? ക്ലാസ് തുടങ്ങുന്ന കാര്യം. കിളിയെ, നീ പോകുമോ? അവളോട് ചോദിച്ചു. ഇല്ല, പോവമാട്ട്. അവൾ പറഞ്ഞു, പോവമാട്ട് മൊല്ലാക്ക, പോവമാട്ട്. സത്യം ചൊല്ല്. ഷെയ്ഖ് മിയാൻ തങ്ങളെ പിടിച്ച് സത്യം ചൊല്ല്. ഷെയ്ഖ് മിയാൻ തങ്ങൾ സത്യമാനമായിട്ടും പോവില്ല എന്ന് കുഞ്ഞാമിന പറഞ്ഞു. പക്ഷേ രവിയുടെ ക്ലാസ് തുടങ്ങിയ ദിവസം 10, 18, 10, 21 കുട്ടികൾ, രാജാക്കന്മാരുടെയും ഖലീഫമാരുടെയും പേരുള്ള കുട്ടികൾ വന്നിരുന്നു. ക്ലാസ് കേശവൻ നായരും മാധവൻ നായരും വന്നു. നൈസാമലി വന്നു. അവരുടെ എല്ലാ സാന്നിധ്യത്തിൽ ക്ലാസ് തുടങ്ങി. എന്താ പറയേണ്ടതെന്ന് അറിയാതെ രവി വെച്ചു. ഒരു കഥയായാലോ? ഏത് കഥ? രവി പിള്ളേരോട് ചോദിച്ചു. സർ കഥ സാർ എന്ന് കുട്ടികൾ പറഞ്ഞു. കുട്ടികൾ എന്ന് പറഞ്ഞപ്പോൾ ഏത് കഥ എന്ന് രവി വീണ്ടും ചോദിച്ചപ്പോൾ തലയിൽ തട്ടമിട്ട് കയ്യിൽ മൈലാഞ്ചിയുള്ള ഒരു പെൺകുട്ടി, 12 വയസ്സ് തോന്നുന്ന ഒരു പെൺകുട്ടി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, സർ. രവി ചോദിച്ചു, ആരും ചാകാത്ത കഥ സാർ, നിങ്ങൾ കേൾക്കണം. ഒരിക്കലും ചിരിക്കാത്ത രവി ചിരിച്ചു. ചോദിച്ചു, എന്താ എന്റെ പേര്? രവി ചോദിച്ചു, കുഞ്ഞാമിന. അവൾ പറഞ്ഞു. അവിടെ അധ്യായം തീരുകയാണ്.
അവിടെ അധ്യായം തീരുകയാണ്. കുഞ്ഞാമിന എന്ന് പറഞ്ഞു, ആരും ചാകാത്ത കഥ. എന്തൊരു നിഷ്കളങ്കമാണ് ഒരു കുട്ടിയുടെ വായിൽ നിന്ന് ആരും ചാകാത്ത കഥ എന്ന കഥയിലേക്ക് വരുന്നത്. പിന്നെ എത്രയെത്ര കഥകളാണ് രവി പറഞ്ഞു കൊടുക്കുന്നത്. എട്ടുകാലികൾ, ഓന്തൊക്കെ ക്ലാസ്സിൽ കൊണ്ടുവരുമ്പോൾ ദിനോസറുകളുടെ കഥ, എത്രയെത്ര കഥകളാണ്. ചരിത്ര കഥകൾ, ചരിത്രാതീത കലകൾ. പണ്ട് ഓന്തുകൾക്കും ദിനോസറുകൾക്കും മുമ്പ് എങ്ങനെയായിരുന്നു ലോകം എന്നതിനെ സംബന്ധിച്ചുള്ള കഥ, പരിണാമത്തിന്റെ കഥ. രണ്ട് ജീവബിന്ദുക്കൾ നടക്കാൻ ഇറങ്ങിയത് വായിക്കണം. വായിച്ചിട്ട് അത്ഭുതത്തോടെ നോക്കണം നിങ്ങൾ എന്തായിരുന്നു ഈ പറയുന്നതെന്ന്. പരിണാമകഥ എങ്ങനെയാണ് കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നത്. എന്നിട്ടൊരു ചെമ്പകം എന്ന കവിത എഴുതിയ ആൾ ഇവിടെ ഇരിക്കുന്നു. ഒരു കാട്ടുചെമ്പകത്തിൽ പിടിച്ച പെൺകുട്ടിയോട് അനിയത്തി നീ എന്നെ മറന്നുപോയി എന്ന് കാട്ടുചെമ്പകം ചോദിക്കുന്നു. ജന്മാന്തര ബന്ധങ്ങളിൽ നിന്നും ഏട്ടത്തി അനിയത്തിയോട് ചോദിക്കുകയാണ്. നിങ്ങൾ ചോദിക്കുകയോ, മനുഷ്യൻ ഒരു പക്ഷേ മുട്ടയായും പുഴുവായും നിറം പെട്ട ചിറകുകളാർന്ന് തട്ടറ്റ വിണ്ണിൽ പറന്നു മലർ മട്ടുണ്ണും പൂമ്പാറ്റയായും പോകുന്നിതേ മാറി മാറി പല പാകത്തിൽ ഏകബീജം താൻ എന്ന കുമാരനാശാൻ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതിനെ എത്ര സുന്ദരമായിട്ടാണ് വിജയൻ ഈ നോവലിൽ പറയുന്നത് നിങ്ങൾക്കറിയാമോ? നോവലിൽ പിന്നെ എത്രയെത്ര കഥാപാത്രങ്ങൾ ഇങ്ങനെ കടന്നു വരുന്നു എന്നറിയാമോ? എത്രയെത്രയോ കഥാപാത്രങ്ങൾ. ഈ കഥാപാത്രങ്ങൾ രവി എന്ന് പറയുന്ന ഈ മനുഷ്യന് സത്യത്തില് ഒന്നിൽ നിന്നും മോചനം നേടാൻ കഴിഞ്ഞില്ല. അവിടെ ചന്തുമ്മ എന്ന് പറയുന്ന ഈ അവസാനം എല്ലാം തോറ്റം പാടി ഇവിടെ അടിച്ചു തെളിക്കാരനായി അല്ലെങ്കിൽ അടിച്ചുവാരനായി അല്ലാപ്പിച്ച മുല്ലാക്കയെ വരാമെന്ന് അയാൾ സമ്മതിച്ചു. പക്ഷെ അയാൾ ഒരിക്കൽ പോലും വന്നില്ല. ആബിദയാണ് ആദ്യം കുറെ കാലം വന്നത്. അവൾ പിന്നീട് കാളികാവ് ലക്ഷ്യമാക്കി നടന്നുപോയി. പിന്നീട് വന്നത് ചാന്തുമ്മയാണ്. ചാന്തുമ്മ അവിടെ വെള്ളം കോരുകയും അപ്പോൾ നമ്മുടെ കുട്ടികൾ ഒന്നോ രണ്ടോ പേർ അവിടെ താമസമാക്കുകയും ഒക്കെ ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ വരുമ്പോഴാണ് കേശവൻ നായർ വന്നിട്ട് പറയുന്നത്, മാഷിക്ക് ചോദിച്ച പണിയാണോ, ഓള് ഇവിടെ താമസമാക്കിക്കിടന്ന് കേട്ടു എന്ന് പറയുന്നത്. ഒരിക്കൽ പോലും ഓള് താമസമാക്കിയിട്ടില്ല. അവള് വന്ന് വെള്ളം കോരി പോകുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് കേട്ട അന്ന് ഞാനൊന്നും പറയണില്ലേ എന്ന് പറഞ്ഞ് അയാൾ പോകുമ്പോൾ ചാന്തുമ്മയോട് അയാൾ ചോദിക്കുന്നുണ്ട്, ഭർത്താവ് മരിച്ചിട്ട് എത്ര വർഷമായി എന്ന്. 4 വർഷമായി എന്ന് അവൾ പറയുന്നുണ്ട്. 4 വർഷമായി എന്ന് പറയുമ്പോൾ ചാന്തുമ്മ ഇവിടെ ഇരിക്കൂ എന്ന് പായയില് ആ കട്ടിലയിൽ ഇരുത്തുന്ന ചാന്തുമ്മ ഇരിക്കും. അവൾ അത് പ്രതീക്ഷിച്ചിരുന്നത് പോലെ അവളുടെ താടിയയിലേക്ക് തല പൊക്കി ഇങ്ങനെ വിരൽ വെച്ച് താടി പൊക്കി രവി ചോദിക്കുമ്പോൾ എന്തോ ചോദിക്കാനായുമ്പോൾ അവൾ ചാടി എഴുന്നേക്കും. ഇതായിരുന്നോ എന്ന് അവൾ പെട്ടെന്ന് ദേഷ്യപ്പെടും. അത് കഴിഞ്ഞിട്ട് ഇച്ചിരി കഴിയുമ്പോൾ അവൾ വീണ്ടും വന്ന് രവിയുടെ അടുത്തിരിക്കും. വേറെ വർണ്ണനകളൊന്നുമില്ല. രവി അവളുമായിട്ടുള്ള ഒരു അഗമ്യ ഗമനത്തിലേക്ക് കടക്കുകയാണ് ഖസാക്കിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പിന്നെ എത്ര അഗമ്യ ഗമനങ്ങൾ. കേശി എന്ന് പറയുന്ന പെൺകുട്ടി, കേശി എന്ന് പറയുന്ന പെൺകുട്ടി, പിന്നെ എത്ര അഗമ്യ ഗമനങ്ങൾ നിങ്ങൾക്ക് അതിനകത്ത് കാണാം. ഇയാൾക്ക് അതിൽ നിന്ന് മോചനമില്ല. ഇയാള് മൈമൂനയുമായി നൈജാമലി ഇയാളുടെ കഴുത്തിൽ പിടിച്ചടിക്കുന്നുണ്ട്, വിവരമറിഞ്ഞിട്ട് അടിക്കുന്നുണ്ട്. അതും കഴിഞ്ഞിട്ട് ഒരു വൈകുന്നേരം രാജാക്കന്മാരുടെ പള്ളിയിൽ വെച്ച് ആ സ്ഥലത്ത് മുഴുവൻ ജമന്തിപ്പൂക്കൾ പൊട്ടി ചലമൊടിച്ചു എന്ന് ഇദ്ദേഹം പറയുന്നത് വസൂരിയെ കുറിച്ചാ. ഒരധ്യായം മുഴുവൻ ജമന്തിപ്പൂക്കൾ എന്ന് പറയുന്ന അധ്യായത്തിൽ വസൂരിയുടെ വിളയാട്ടം എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. വിളയാട്ടമാണ്. അതിനകത്ത് അതൊക്കെ കഴിഞ്ഞ് രവി അതിൽ നിന്ന് രക്ഷപ്പെട്ട് തിരിച്ച് രാജാക്കന്മാരുടെ പള്ളിയിൽ പോയി താമസിക്കുക. കാരണം ഇവിടെ ഞാറ്റുപുരയിൽ അതിന്റെ അണുക്കൾ ഉണ്ടാവും എന്ന് പറഞ്ഞ് വേറെ കുട്ടികൾ വരാനുള്ളതല്ലേ. അവിടെ പോയി താമസിക്കുമ്പോൾ വാറ്റുചാരായം രവിയുടെ വലിയൊരു വീക്ക്നസ് ആയിരുന്നു. മാധവൻ നായരും കേശവൻ നായരും വാറ്റുചാരായം കൊടുക്കും. ആ വാറ്റുചാരായത്തിൽ രവി കുടിക്കും. ആ രാജാക്കന്മാരുടെ പള്ളിയിലും വാറ്റുചാരായം എത്തും. ഒരു ദിവസം കുളി കഴിഞ്ഞ് അതിനു മുമ്പ് പറയുന്നുണ്ട്, നിന്നെ ഭൂതം പിടിക്കുമെന്ന് അവളോട് പറയുമ്പോൾ, മൈമൂനോട് പറയുമ്പോ ഭൂതം പിടിക്കമാട്ട് എന്ന് അവൾ പറയും. എന്താ? എന്റെ അരയിൽ ഏലസ് ഉണ്ട്, എന്റെ അരയില് ആ അല്ലാപ്പിച്ച മൊല്ലാക്ക വാപ്പ തന്നിരിക്കുന്ന ഏലസ് എന്റെ അരയിലുണ്ട് എന്ന് പറയും. അവൾ കുളി കഴിഞ്ഞ് കയറി വരുമ്പോൾ രവി ആ ഏലസ് പരിശോധിക്കും. അവിടെ വീണ്ടും ഈ തരത്തിലൊരു വലിയ ഇതിലേക്ക് കടക്കുന്നുണ്ട്. പക്ഷെ ആ കടക്കുന്നതിന്റെ ഒരു പ്രത്യേകത നിങ്ങൾ അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അപ്പോഴേക്കും അല്ലാപ്പിച്ച മുല്ലാക്കയ്ക്ക് കാലിൽ ചെരുപ്പ് പൊട്ടി വ്രണമുണ്ടായി എന്ന് അവിടുത്തെ ആളുകൾ മല്ലാപ്പിച്ച മുല്ലാക്കയും പറഞ്ഞിരുന്നു. ആ വ്രണം കരിയണില്ല എന്ന്. വേദന അസഖ്യമായപ്പോഴാണ് പാലക്കാട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. തിത്തിബിയമ്മയും പോയി, നജാമിലിയും പോയി.
അങ്ങനെ പോയ ഒരു ദിവസം വൈകുന്നേരം സന്ധ്യയാവുകയായിരുന്നു. രവിയുടെ കൂടെ രാജാക്കന്മാരുടെ പള്ളിയിൽ മൈമൂനോട് അന്നാണ് ചോദിക്കുന്ന അവളുടെ നീലഞരമ്പ്, കൈകളിലെ നീലഞരമ്പ് എല്ലാം രവി വ്യക്തമായി കാണുന്ന ദിവസം. അങ്ങനെ അങ്ങനെ വാറ്റുചാരായത്തിന്റെ സ്ഫടിക നിറമുള്ള കുപ്പിയിലെ വാറ്റുചാരായം മൈമൂനയുടെ വായിലേക്ക് ഒഴിച്ചു കൊടുത്തുകൊണ്ട് എങ്ങനെയുണ്ട് എന്ന് രവി ചോദിച്ചു. നല്ല സുഖം എന്നവൾ ലഹരിയിൽ പറഞ്ഞു. നല്ല സുഖം. അപ്പോഴാണ് പെട്ടെന്ന് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന ആളുകളുടെ ശബ്ദം കേൾക്കുന്നത്, ആളുകളുടെ കൂട്ട ശബ്ദം പുറത്തു നിന്ന് കേൾക്കുന്നത്. അല്ലാഹു അക്ബർ, എന്താ അത്? രവി ചോദിച്ചു. ഉടുപ്പുടയില്ലാതെ അവൾ എഴുന്നേറ്റ് ജനലിൽ നിന്ന് പുറത്തേക്ക് നോക്കി. ശവം, അവൾ പറഞ്ഞു. അധ്യായം അവിടെ അവസാനിക്കുകയാണ്. എന്തൊരു രചനാതന്ത്രമാണിത്. വാപ്പയുടെ ശരീരമാണ് വന്നത്. പാലക്കാട്ട് നിന്നും വാപ്പ അള്ളാപ്പിച്ച മൊല്ലാക്ക മരിച്ചെത്തിയിരിക്കുന്നു. വാപ്പയുടെ ശവശരീരം കടന്നു പോവുകയാണ്. മകൾ രതിപ്രക്രിയയിലാണ്, സുരത പ്രക്രിയയിൽ. വിജയന്റെ ഒരു ഭാഷ മഴയുടെ സുരതാവേഗം ഒടുങ്ങി എന്നാണ്. മഴയുടെ സുരതാവേഗം ഒടുങ്ങി എന്നാണ് ഒരു വാക്യം. എന്താ മലയാളം ഇങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടോ ഇതിനു മുമ്പ്? ആരെങ്കിലും മലയാള ഭാഷ ഇങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടോ? അസ്തമയത്തിലൂടെ അപ്പോഴും പച്ച പനന്തത്തകളുടെ ധനുസ് പറന്നകന്നുകൊണ്ടേയിരുന്നു. ഒരധ്യായം അവസാനിക്കുന്നത് അങ്ങനെയാണ്. 13ാമത്തെ അധ്യായം അങ്ങനെയാണ് അവസാനിക്കുന്നത്. അസ്തമയത്തിലൂടെ പച്ച പനന്തത്തകളുടെ ധനുസ് പറന്നകന്നുകൊണ്ടേയിരുന്നു. മലയാള ഭാഷ പഠിച്ച ഒരധ്യാപകന് ഇത് പെട്ടെന്ന് മനസ്സിലാകുമോ? വിജയന്റെ ഈ ഭാഷ ഞാൻ ഒത്തിരി പിള്ളേരോട് ചോദിച്ചിട്ടുണ്ട്. 10-12 വർഷം അധ്യാപകർക്ക് പരിശീലനം കൊടുക്കുകയായിരുന്നല്ലോ ഞാൻ. എത്രയോ അധ്യാപികമാരോട് ഞാനിത് ചോദിച്ചിട്ടുണ്ട്. പച്ച പനന്തത്തകളുടെ ധനുസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാം. വില്ല് ജാപോ കോദണ്ഡ ധനുസ് എന്ന അമരകോശത്തിൽ വില്ല് ജാപം കോദണ്ഡം ധനുസ് എന്നൊക്കെയാണ് വില്ലിന്റെ പര്യായപദം. അടുത്തിടുന്ന ദൂർത്തരോട് വൻപടയ്ക്ക് നിശ്ചയിച്ചെടുത്ത ചാപമെന്ന് തോന്നിടുന്ന ചില്ലിയുഗ്മം എന്ന സിസ്റ്റർ മേരി വെനീഞ്ച ഒരു പെൺകുട്ടിയുടെ ചില്ലിയെ പുരികത്തെ പറഞ്ഞിരിക്കുന്നു. അടുത്തിടുന്ന ദൂർത്തരോട് വൻപടയ്ക്ക് നിശ്ചയിച്ചെടുത്ത ചാപമെന്ന് തോന്നിടുന്ന ചില്ലിയുഗ്മം. പച്ചപ്പനന്തത്തകളുടെ ധനുസ്, പച്ചപ്പനന്തത്തകൾ വില്ലിന്റെ ആകൃതിയിലാണ് പറക്കുക. ഇങ്ങനെ വില്ലിന്റെ ആകൃതിയിൽ 1, 2, 3, 4 ഇങ്ങനെയാണ് പറക്കുക. അത് പറന്നങ്ങ് പോകുമ്പോഴും ആ ആകൃതി മാറൂല. നോക്കണേ, വിജയൻ അങ്ങനെയുള്ള ഭാഷ ഉപയോഗിച്ചു. മുങ്ങാങ്കുഴി ആണ് പിന്നീട് മൈമൂനയെ കല്യാണം കഴിച്ചത്. ഇദ്ദേഹം മരിക്കുന്നതിനൊക്കെ മുമ്പാണ്. മുങ്ങാങ്കോഴി 50 വയസ്സിൽ കൂടുതലുണ്ട് മുങ്ങാങ്കോഴിക്ക്. ഈ പെണ്ണ് നല്ല തരളിയായ ഒരു പെണ്ണാണ്, ചെറുപ്പക്കാരിയാണ് മൈമൂന. ഞാൻ പറഞ്ഞതുപോലെ അവൾ അവിടുത്തെ സുന്ദരിയാണ്. അവളാണ് സുന്ദരി. അവളെ കല്യാണം കഴിച്ചത് മുങ്ങാങ്കോഴിയാണ്. 50 വയസ്സെങ്കിലും കഴിയും. രണ്ടാം കെട്ടുകാരൻ അവനിങ്ങനെ മറ്റു ദേശങ്ങൾക്ക് നേരം വെളുക്കുമ്പോൾ 2 മണിക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അവൻ എപ്പോഴാ വരുന്നതെന്ന് പാതിരാത്രിക്ക് എപ്പോഴെങ്കിലും വരുള്ളൂ. എല്ലാ കിണറുകളിലും പോയി മുങ്ങിത്തപ്പി കിണറിൽ ഇറങ്ങി കിണർ തേകി അങ്ങനെയൊക്കെ വരുന്നവനാണ് മുങ്ങാങ്കോഴി. അങ്ങനെയാണ് അവൻ ആ പേര് വന്നത്. ആ മുങ്ങാങ്കോഴി ആണ് ഒരു ദിവസം ആബിദ മൈമൂനോട് ചോദിച്ചു, അത്ത വരുമ്പോ ഞാൻ പറഞ്ഞു കൊടുക്കുമേ എന്ന് പറഞ്ഞു. മൈമൂന ഒന്ന് ചമ്മി. മൈമൂന എന്നാത് എന്ന് അവള് ചോദിച്ചു. ഞാൻ പറഞ്ഞു കൊടുക്കുവേ, അത്ത വരുമ്പോ ഞാൻ പറഞ്ഞു കൊടുക്കുവേ എന്ന് പറഞ്ഞു. എന്നാ അവള് ചോദിച്ചു. നൈജാമലി ഇങ്ക വന്നു പോയത് എന്ന് അവള് പറഞ്ഞു. നൈജാമലി ഇടയ്ക്ക് വന്നു പോയി കാര്യം പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്കൊന്നും തോന്നിയില്ല. അവൾ ആകാശം കണക്കെ അവള് വീണ്ടും പോയി. അന്ന് രാത്രിയിൽ ആബിദയുടെ പുറകെ വിറക് കൊള്ളിയുമായി ആബിദയുടെ പുറകെയാണ് മുങ്ങാങ്കുഴി ഓടിയത്, അല്ലാതെ മൈമൂനയുടെ പുറകെയല്ല. ആ തിത്തിവ്യൂമ കയറി വാതിലടച്ചു. നോക്കൂ, അങ്ങനെയാണ് ആബിദ പിന്നെ അവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നത്. ആബിദ രക്ഷപ്പെട്ടു. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ മൈമൂന എന്ന് പറയുന്ന കഥാപാത്രം നമ്മൾ ഈ നോവൽ വായിക്കുമ്പോൾ മൈമൂന അതുപോലെ കുഞ്ഞാമിന, ഈ 2 കഥാപാത്രങ്ങളെ ഒന്ന് സാദൃശ്യപ്പെടുത്തേണ്ടത് നിങ്ങൾ വായിക്കുമ്പോൾ ഒന്ന് നോക്കണം. ഈ കുഞ്ഞാമിന എന്ന് പറയുന്ന കഥാപാത്രം രവിയുടെ ക്ലാസ്സിലെ പെൺകുട്ടിയാണ്. ഈ 2 വർഷമായുള്ള അവൾ ഇവിടെ വന്നിട്ട്
അവൾ ഇടയ്ക്ക് ആണ് ഈ ക്ലാസ്സിലെ തമാശകളൊക്കെ അവളെ ഓന്തുകൊണ്ടിരുന്നൊക്കെ. അങ്ങനെയാണ് ദിനോസറിന്റെ കഥയൊക്കെ പറഞ്ഞ് ആ വലിയ വലിയ പരിണാമഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നത്. ഈ നോവലിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇത് ഉപയോഗിക്കുന്ന ഭാഷ. ഞാൻ മുങ്ങാങ്കുഴിയെ കുറിച്ച് പറഞ്ഞിട്ട് ഇതിലേക്ക് വീണ്ടും വരാം. മുങ്ങാങ്കുഴി അവസാനം ആ രാത്രിയിൽ ആത്മഹത്യ ചെയ്യുക. മുങ്ങാങ്കുഴി ആ രാത്രിയിൽ സ്വന്തം ഭാര്യയുടെ ദുർനടപ്പ് കാരണം സഹിക്കവയ്യാതെ ഒരുപക്ഷെ അയാൾക്ക് മനസ്സിലായി കാണണം അയാൾ ആ ആത്മഹത്യ നിങ്ങൾ നോക്കണം. എന്തൊരു അത്ഭുതകരമായ ഒരു ചെറിയ ഖണ്ഡികയിൽ മലയാള ഭാഷ ഇന്നോളം കണ്ടിട്ടില്ല. അത് ആത്മഹത്യയാണെന്ന് നമുക്ക് പറയാനാവില്ല. അയാൾ മരണം തെരഞ്ഞെടുത്തതാവണം. കിണറിനുള്ളിലേക്ക് അയാൾ ചാടി. അത് കഴിഞ്ഞ് വീണ്ടും ഉൾക്കിണറിലേക്ക് വെള്ളത്തിന്റെ വില്ലീസ് പുടവ പിന്നിട്ട് വീണ്ടും അയാൾ താഴ്വാരങ്ങളിലേക്ക്, പിന്നെ സാന്ധ്യപ്രജ്ഞയിലേക്ക്. നോക്കൂ എങ്ങനെയാണ് ഭാഷ ഉപയോഗിക്കുന്നത്. സാന്ധ്യപ്രജ്ഞയിലേക്ക്. മലയാളം ഇതുവരെ അന്നത്തെ ഭാഷ കണ്ടിട്ടില്ല, ഇങ്ങനെ കണ്ടിട്ടില്ല. വില്ലുപടുതകളിലേക്ക്, വെള്ളത്തിന്റെ വില്ലുപടുതകൾ ഭേദിച്ച് വീണ്ടും താഴ്വാരങ്ങളിലേക്ക്, ജലത്തിന്റെ ചില്ല് പടുതകൾ അടയുന്നു. ഇങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്, ഇങ്ങനെയൊക്കെയാണ് ഭാഷ ഉപയോഗിക്കുന്നത്. എവിടെ നിന്നാണ് ഈ ഭാഷ വരുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. പനംപട്ടകളിൽ കാറ്റ് പിടിച്ചു, കാറ്റ് ദൈവസാന്ദ്രമായി. മലയാള ഭാഷ ഇതിന് മുമ്പ് ഇങ്ങനെ കേട്ടിട്ടില്ല. ഒരാളും മലയാള ഭാഷ ഇങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. എങ്ങനെയാണ് ഉപയോഗിക്കുക മലയാളത്തിന്റെ ഭാഷ? ഇങ്ങനെ ഉപയോഗിക്കുക ഒരാളും ഉപയോഗിച്ചിട്ടില്ല. പനംപട്ടകളിൽ കാറ്റ് പിടിച്ചു, കാറ്റ് ദൈവസാന്ദ്രമായി എന്ന് പറയാം. കനവ്, ഉറവ് തുടങ്ങിയ വാക്കുകൾ എടുത്ത് വിജയൻ ഉപയോഗിക്കുന്ന കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെടും. ഭാഷയ്ക്ക് ഇത്ര സൗന്ദര്യമോ? നേര് കതിക്കണം അങ്ങ് വിളിക്കയൻ പേരിത്ര മധുരമായി തോന്നുന്നതെങ്ങനെ എന്ന് ജി ശങ്കരക്കുറുപ്പിന്റെ 2 വരി നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അദ്ദേഹം പറയുന്ന പോലെ അങ്ങ് വിളിക്കുമ്പോൾ എൻ്റെ പേരിത്ര മധുരമായി എനിക്ക് തോന്നുന്നത് എങ്ങനെ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് വിജയൻ എഴുതുമ്പോൾ ഭാഷ ഇങ്ങനെ തളിർക്കുന്നത് എങ്ങനെ, ഇങ്ങനെ പൂക്കുന്നത് എങ്ങനെയാണ്. ആ വിജയന്റെ ഭാഷ വായിക്കാൻ തന്നെ ഒരു 2 താക്കോൽ വേറെ വേണം. ഇത് മനസ്സിലാക്കാൻ ആ ഭാഷ വെറുതെ കാവ്യമല്ല, അത് കാൽപ്പനികതയിൽ മിസ്റ്റിസിസം കുത്തി നിറച്ച ഭാഷയാണ്. എന്ന് പറഞ്ഞാൽ റൊമാൻറ്റിക് ലാംഗ്വേജിൽ മിസ്റ്റിക് ലാംഗ്വേജ് കുത്തി നിറച്ചിട്ട് അവിടെ ഉണ്ടാക്കുന്ന ഒരു വികൽപ്പന ഭാഷയാണ്. ആ വികൽപ്പന ഭാഷ നമ്മുടെ സങ്കല്പനങ്ങളിൽ നിൽക്കുന്നതല്ല, അതിനും അപ്പുറത്താണ്. വിജയൻ എന്ന് പറയുന്ന ദൈക്ഷണിക എഴുത്തുകാരന്റെ വളരെ വിഭ്രമാത്മകമായ ചിന്തകളിൽ നിന്ന് മാത്രം വരുന്ന ചില എഴുത്തിന്റെ അല്ലെങ്കിൽ ലിഖിത രൂപങ്ങളാണത്. അതിപ്പോ മറ്റു പലർക്കും പറ്റിയിട്ടില്ല. ഫോളോ ചെയ്യാൻ ഒത്തിരി പേര് ശ്രമിച്ചിട്ടുണ്ട്. ചങ്ങമ്പുഴയെ ഫോളോ ചെയ്യാൻ വിജയിച്ചവർ ഒത്തിരി ഉണ്ട് അല്ലെ? നമ്മുടെ കവികളിൽ നല്ലൊരു പങ്കുണ്ട്. പക്ഷേ വിജയനെ പിന്തുടർന്ന് വിജയിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. അത്രമാത്രം ഭാഷാ രംഗത്ത് രചനാത്മകമായ മാറ്റം അദ്ദേഹം. ലോകത്തെ ഒരു പരീക്ഷണ സിനിമയും ലോകത്തെ ഒരു പരീക്ഷണ എഴുത്തും ഇത്ര കണ്ട് ഹൃദയങ്ങളിലേക്ക് എത്തിപ്പെട്ടിട്ടില്ല. പക്ഷെ വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എത്തിപ്പേരുക മാത്രമല്ല, അത് വിജയന്റെ രവി നമ്മളെ വല്ലാതെ ബാധിച്ചു. പ്രേതം ബാധിക്കുന്നത് പോലെ ബാധിച്ചു വായനക്കാരനെ ബാധിക്കുകയും അലട്ടുകയും ഉറക്കം കെടുത്തുകയും അയാളുടെ രാത്രികൾ വിനിദ്രങ്ങളാക്കി തീർക്കുകയും ചെയ്തു, നിദ്രാവിഹീനങ്ങളാക്കി തീർക്കുകയും ചെയ്തു. അങ്ങനെ വിനിദ്രമായ രാത്രികൾ സമ്മാനിച്ച എഴുത്ത് മലയാളത്തിൽ നൽകാൻ കഴിഞ്ഞത് വിജയന് മാത്രമാണ്, വേറൊരാൾക്കല്ല. അപ്പൊ വിജയന്റെ എഴുത്തിന്റെ പടവുകൾ, അതിന്റെ അടരുകൾ നിങ്ങൾ ഓർക്കുക. ഈ എഴുത്തിന്റെ അടരുകൾ കണ്ട് അറിഞ്ഞു. വിജയന് പോലും പിന്നീട് ഇങ്ങനെ എഴുതാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ ധർമ്മപുരാണം എടുത്താലും ഗുരുസാഗരം എടുത്താലും തലമുറകൾ എടുത്താലും വിജയൻ ഇങ്ങനെ എഴുതിയിട്ടില്ല. ഇങ്ങനെ എഴുതാൻ വിജയന് കഴിഞ്ഞിട്ടില്ല. വിജയനെല്ലാം വ്യത്യസ്തമാകണമെന്ന് ആഗ്രഹിച്ച ആളായിരുന്നല്ലോ. പക്ഷേ വിജയന്റെ ഭാഷ ഇങ്ങനെ. അപ്പൊ കാക്കനാടനൊക്കെ ഇത് കണ്ട് അത്ഭുതപ്പെട്ടു. കാരണം എല്ലാം ഇട്ടിട്ട് രവി ഇവിടെ നിന്ന് പോകണമെന്നാണ് ആഗ്രഹിച്ചത്. നിങ്ങൾ പറയുന്നത് പോലെ രവിക്ക് ഇത് മാത്രമല്ല, കള്ളു കുടിച്ചു, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പെണ്ണ് പിടിച്ചു, അങ്ങനെ പറയാൻ കൊള്ളില്ല. എന്നാൽ പോലും ആ രീതിയിലേക്ക് അയാൾ മാറുന്ന ഒരു കഥാപാത്രമാണ്. അയാൾക്ക് ഇന്ന പെണ്ണ് എന്നൊന്നുമില്ല. അയാൾ ആകർഷിച്ച, അയാളോട് സ്നേഹം കാണിച്ച, അയാളോട് അടുത്ത് വന്ന ഖസാക്കിലെ മുഴുവൻ പെണ്ണുങ്ങളെ അയാൾ പ്രാപിച്ചിട്ടുണ്ട്. അയാൾ എല്ലാവരോടും ഒത്ത് കള്ളു കുടിച്ചു, എല്ലാവരോടൊത്ത് അയാൾ കള്ളു കുടിച്ചിട്ടുണ്ട്. അപ്പുക്കിളി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ നിങ്ങൾ ഓർക്കുക. ബുദ്ധിക്കും ബുദ്ധിശൂന്യതയ്ക്കും ഇടയിൽ സങ്കല്പിച്ചു. ബുദ്ധിക്കും ബുദ്ധിശൂന്യതയ്ക്കും ഇടയിൽ 20 വയസ്സുള്ള അപ്പുക്കിളി ജീവിച്ചു. അപ്പുക്കിളി ജന്മാന്തരങ്ങളിലെ തുമ്പികളെ, ഓർമ്മകളാകുന്ന തുമ്പികളെ പറപ്പിച്ച്
ഓരോ കാവ് തോറും നടന്നു. ആ കാവിലൂടെ കുട്ടാടൻ ആ, ആ, കുട്ടാടൻ ഈ തുള്ളുന്ന ആളെ എന്നാ പറയാ, വാളെടുത്ത് തുള്ളുന്ന വെളിച്ചപ്പാട്, കുട്ടാടൻ വെളിച്ചപ്പാട് നടന്നു. ഞാൻ പറയാം, അതൊക്കെ അവിടുത്തെ വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും എല്ലാം കൂടിക്കഴിഞ്ഞ് അവരുടെ ഭക്ഷണവും അവരുടെ പാനവും എല്ലാം കൂടിക്കഴിഞ്ഞ് രവി ആ കൂട്ടത്തിൽ കൂടി. രവി കൂടുമ്പോഴും രവിക്ക് ഒരു ഉദ്ദേശമില്ലായിരുന്നു. എന്താണ് അയാളെ ഇങ്ങനെ എത്തിക്കുന്നത്? അയാളെ കോളേജിൽ പ്രേമിച്ച പത്മ എന്ന് പറയുന്ന അയാളുടെ പ്രണയിനി പത്മ 7 വർഷം അന്വേഷിച്ച് നടന്നു അയാളെ. ഇയാൾ ഇങ്ങനെ നടന്ന് സ്വാമിനിമാരുടെ ആശ്രമത്തിൽ അവിടെയൊക്കെ നടന്ന അവസാനം തസ്രാക്കിൽ ഉണ്ടെന്ന് അവൾ എങ്ങനെയോ അന്വേഷിച്ചറിഞ്ഞ് തസ്രാക്കിൽ ഞാൻ എത്തുമെന്നൊരു കത്ത് വിട്ടു. ആ കത്ത് വിടുമ്പോൾ ആ കത്ത് എങ്ങനെയോ കറങ്ങി തിരിഞ്ഞ് അയാളുടെ കയ്യിലെത്തുന്നുണ്ട്. നീ വരണം, കോയമ്പത്തൂരിൽ നിന്ന് ഇത്ര മണിക്കാണ് ട്രെയിൻ എത്തുക, ട്രെയിൻ എത്തുമ്പോൾ നീ അവിടെ വരണം എന്ന് കൃത്യമായി പറഞ്ഞ് പത്മ കത്തിട്ടു. രവി ആരോടും പറയാതെ, മാധവൻ നായരോടും പറയാതെ അങ്ങോട്ട് പോയി. അവിടെ പോയി അവരൊന്നിച്ച് ഒരു മുറിയെടുത്ത് താമസിച്ചു. അപ്പോഴും രവി അവൾ പറഞ്ഞു, രവി നിനക്ക് എന്തു പറ്റി? ആക്ച്വലി യഥാർത്ഥത്തിൽ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? രവി പറയുന്ന മറുപടി വിചിത്രമായ മറുപടിയാണ്, എനിക്കറിയില്ല പത്മേ എന്നാണ്. സ്നേഹത്തിന്റെ, പ്രണയത്തിന്റെ, ഒരുപക്ഷെ നിങ്ങളെ ലീലയെ ഓർക്കുന്നില്ലേ, ആശാന്റെ ലീല മദനനെ തപ്പി അങ്ങനെ പോയ ഗണ്ഡശൈല കൂടങ്ങളിൽ നിന്ന് മദന്റെ പിന്നാലെ താഴേക്ക് ചാടുന്നുണ്ടല്ലോ. പഴകിയ തരുവല്ലി മാറ്റിയിടാം, പുഴയൊഴുകും വഴി വേറെയാക്കിയിടാം, കഴിയും അവ മനസ്സിമാർ മനസ്സൊഴിവത് അശക്യം ഒരാളിലൂന്നിയാൽ എന്ന് കുമാരനാശാൻ അസന്ധിഗ്ധമായി പറയുന്ന വരികളുണ്ടല്ലോ. പിന്നീട് വൈലോപ്പിള്ളി അതൊക്കെ നിഷേധിച്ചിട്ടുണ്ട്. എന്നാൽ പോലും പെൺകുട്ടികളുടെ മനസ്സൊരാളിൽ ശക്തമായി ഊന്നിയാൽ പിന്നെ മാറ്റിയെടുക്കുക അത്ര എളുപ്പമല്ല എന്ന് കുമാരനാശാൻ പറയുന്നത് പോലെ തന്നെ പത്മയെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട് വിജയൻ. പക്ഷേ അവിടെ പത്മയെ വളരെ സൂത്രത്തിൽ ഉപേക്ഷിച്ച് വിജയൻ തിരിച്ചു പോരുക. നീ വരില്ല എൻ്റെ കൂടെ, നമുക്കൊന്നിച്ച് ജീവിക്കണ്ടേ? എല്ലാം ഓർമ്മിക്കുന്നുണ്ട്. മദ്രാസിൽ പഠിച്ച കാലം, അന്ന് പ്രണയിച്ച കാലം എല്ലാം ഓർമ്മിപ്പിക്കുന്നുണ്ട്. പണ്ട് നളിനി വന്ന ദിവാകരനെ ഓർമ്മിപ്പിച്ചതുപോലെ പാരമുള്ളിൽ അകലായി ജീവിതം ഭാരമായി പറയാതൊഴിക്കുകൾ തീരുകില്ല, ധരയിൽ ഭവാനൊഴിഞ്ഞാരുമില്ലതും ഇവൾക്ക് കേൾക്കുവാൻ എന്ന് നളിനി പറയുന്നത് നിങ്ങൾ ഓർക്കുന്നില്ലേ? ഉച്ചയായി തണലിൽ ആഞ്ഞു പുസ്തകം വെച്ചു മല്ലികയറുത്തിരുന്നതും മെച്ചമാർന്ന ചെറുമാല കെട്ടിയൻ കൊച്ചു വാർമുടിയിൽ അങ്ങണിഞ്ഞതും എന്ന് നളിനി പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നില്ലേ? നളിനി ദിവാകരനോട് പറഞ്ഞു. അതുപോലെ പറയുക പത്മ, ഓരോ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടും അയാൾ അവിടം വിട്ട് വീണ്ടും ഖസാക്കിലെത്തുന്നു. എവിടെ പോയിരുന്നു എന്നുള്ളതിന് എനിക്ക് മറുപടിയില്ല. ഖസാക്കിലെ പള്ളിക്കൂടത്തിൽ ഹാജര് കുറയുന്നു. വലിയ അസുഖം വസൂരി വന്നു പോയതിനു ശേഷം പ്രിയപ്പെട്ട കുട്ടികളുടെ പേര് ചുവന്ന വശിക്ക് വെട്ടാൻ വന്ന വിജയൻ രവിക്ക് കഴിയാതെ രവി പച്ചമഷിക്ക് അടയാളപ്പെടുത്തുന്നു. ഈ കുട്ടികളെല്ലാം ഈ ലോകത്ത് നിന്ന് പോയവരാണ്, ഈ രോഗം പിടിപെട്ടു പോയവരാണ്. ഇയാൾക്കും വന്നു അസുഖം, അപ്പുക്കളിക്കും വന്നു. പക്ഷെ അവരെല്ലാം തിരിച്ചു വന്നു, ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ തിരിച്ചു വന്ന അവസാനം രവി പോയി തിരിച്ചു വരുമ്പോൾ ഒരു കത്ത് വന്നു കിടന്നു. ആ കത്ത് പള്ളിക്കൂടം അടയ്ക്കണമെന്ന് പറയുന്ന ഇൻസ്പെക്ടറുടെ കത്തായിരുന്നു. പള്ളിക്കൂടം അടയ്ക്കണമെന്ന് പക്ഷെ പറഞ്ഞില്ല രവി ആരോടും. രവി പോവുകയാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. കുഞ്ഞാമിനയുടെ വീട്ടിൽ തിരണ്ട് കല്യാണ്. വീട്ടിലേക്ക് വിളിച്ചു, രവി പോയില്ല. കുഞ്ഞാമിനയുടെ ഉമ്മ തട്ടുപാത്രങ്ങളിൽ ആഹാരം കൊടുത്തു വിട്ടു. കുഞ്ഞാമിന അയാളോട് ചേർന്നിരുന്നു. കുഞ്ഞാമിനെ പിടിച്ച് അയാൾ മടിയിലിരുത്തി. കുഞ്ഞാമിനെ ചോദിച്ചു, പുഗാമാഷേ? രവി പറഞ്ഞു. നിങ്ങൾ പോസ്റ്റ് മാസ്റ്റർ വായിച്ചിട്ടുണ്ടാവും. രവീന്ദ്രനാഥ് ടാഗോറിന്റെ പോസ്റ്റ് മാസ്റ്ററിലെ കുട്ടിയെ നമുക്ക് ഓർമ്മ വരും കുഞ്ഞാമിനയുടെ കാര്യത്തിൽ. അത് ഹൃദയഭേദകമാണ്. അയാൾക്ക് ആ കുട്ടിയെ ഇല്ലാതെ പോകാനാവില്ല. നമുക്ക് പോകുന്നതിന് മുമ്പ് ഒരു ടൂർ പോകണം, ഒരു വിനോദയാത്ര പാലക്കാട്ടേക്ക്. ഓരോരുത്തർ ഓരോ കാര്യം പറഞ്ഞു. കുഞ്ഞാമിനെയാണ് പറഞ്ഞത് ചെതലിമലയിൽ മിനാരങ്ങളുണ്ട്. സയ്യിദ് മിയാൻ ഷെയ്ഖ് തങ്ങളെ കുടിയിരുത്തിയിരിക്കുന്നത് അവിടെ പനങ്കാടുകൾക്ക് നടുവിലാണ്. അവിടെ ഒരു കല്ലറയുണ്ട്. ആ കല്ലറയിലാണ്. അതാണ് ഖസാക്കിന്റെ മിത്ത്. അതാണ് മന്ത്രങ്ങളെല്ലാം അവിടെ നിന്നാണ്. പ്രേതം, ഭൂതം, പിശാചുക്കൾ എല്ലാത്തിൻ്റെ അങ്ങോട്ട് കയറി പോകാം. അവിടെ ഒത്തിരി കാണാനുണ്ട്. പോകാമെന്ന് സമ്മതിച്ചു. രാവിലെ യാത്രയാണ്.
നോവലിന്റെ അവസാന ഭാഗം. ഇത്ര സുന്ദരമായൊരു, കുട്ടികളും ഒന്നിച്ച് രവി മല കയറുന്നു. കുട്ടികളുമായി രവി മല കയറുന്നു. കുറെ കുട്ടികൾ മുന്നോട്ട് പോകുന്നു. കൂടെ നടക്കുന്നത് ഇവളാണ്, കുഞ്ഞാമിനെയാണ് കൂടെ നടക്കുന്നത്. കിളിയെ, അവൾക്ക് എന്തോ വയ്യായിക. എന്തു പറ്റി കിളിയെ? ഒന്നുമില്ല സാർ എന്ന് പറഞ്ഞ് അവൾ വീണ്ടും നടക്കുന്നു. കുറച്ച് നടക്കുമ്പോൾ രവി ഇരിക്കുന്നു. രവിയുടെ അടുത്ത് വന്ന് അവൾ ഇരിക്കുന്നു. കിളിയെ, പോ, ആ കുട്ടികളുടെ ഒപ്പം പോ, അവിടെ പോയി കുളമുണ്ട്, അവിടെ കുളിക്കാൻ പോ. ഇല്ല സാർ, അവർ പറഞ്ഞു. അവൾ രവിയോട് ചേർന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ അവളെ മടിയിലിരുത്തിയിട്ട് അയാൾ പറഞ്ഞു, ആ കിളിയെ, നീ ചെല്ല്, അങ്ങോട്ട് ചെല്ല്. അവൾ നടന്നിട്ട് പെട്ടെന്ന് അടിവയറ്റിൽ കൈവച്ചിട്ട് വജ്ജ സാർ എന്ന് പറഞ്ഞു. രവി അവളെ താങ്ങി. പെട്ടെന്ന് കാൽത്തണ്ടയിൽ സിന്ദൂരപ്പൊട്ട് പോലെ രവി അതിലേക്ക് വീഴ്ച നോക്കി. രവി അവളെ പെട്ടെന്ന് കൈകൊണ്ട് താങ്ങി. ആ കൈ എടുത്ത് രവി നോക്കി. പുതുമഴത്തുള്ളി പോലെ ചോരത്തുള്ളി. ഇതിനപ്പുറമൊന്നുമില്ല. എങ്ങനെയാണ് ഒരു പെൺകുട്ടി ഋതുമതിയാകുന്നതിന്റെ ചിത്രം ഇതുപോലെ സുന്ദരമായി വരച്ചു ഒരു എഴുത്തുകാരൻ, കൃതഹസ്തനായ ഒരു എഴുത്തുകാരൻ എന്നല്ലേ പറയേണ്ടു, അല്ലാതെ പറയാനാകുമോ? അത്ര സുന്ദരമായ എഴുത്ത്. രവി, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, സായാഹ്നങ്ങളുടെ മന്ദാരങ്ങളുടെ ഇലകൾ ചേർത്ത് തുന്നിയ ജനിമൃതികളുടെ കൂടുവിട്ട് ഞാൻ യാത്രയാവുകയാണ്. അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി നടന്നു. കൂമൻകാവിലേക്കാണ് ഖസാക്കിൽ നിന്ന് നടക്കുന്നത്. ആരുമില്ല. തിരിച്ച് ആദ്യം നടന്നു പോയപ്പോൾ ഒരാളെങ്കിലും ഉണ്ടായിരുന്നു വെട്ടി ചുമക്കാൻ. ഒരാളുമില്ല. ഈ ഖസാക്ക് മുറിച്ച് കടന്നുപോയ നൈസാമിലിയെ പോലെ, പാടം മുറിച്ച് കടന്നുപോയ ആബിദയെ പോലെ നിങ്ങളോർക്കൂ. അയാൾ ബാഗുമെടുത്തു നടന്നു. അവിടെയാണ് ഞാൻ നിങ്ങളോട് ആദ്യം സൂചിപ്പിച്ച തലേ ദിവസത്തെ കാറ്റ് പിടിച്ച മരങ്ങൾ ഒടിഞ്ഞു കിടന്നു. അവിടെയാണ് അയാളെയും കാത്ത് അവസാന വണ്ടി. അവിടെ നിന്നാണ് പാലക്കാട്ടേക്കുള്ള വണ്ടി. അയാൾക്ക് എവിടെ നിന്ന് എങ്ങോട്ട് പോകണമെന്ന് ഒരു നിശ്ചയം ഉണ്ടായിരുന്നില്ല. ഇതാണ് അസ്തിത്വ ദുഃഖം എന്ന് പറയുന്നത്. നമ്മുടെ നോവല് അസ്തിത്വ ദുഃഖം ഒരു അജ്ഞാത വാളുമായി രക്തം കുടിക്കാൻ ഒരുങ്ങി നിൽക്കുമ്പോഴും എന്ന് മലയാളത്തിന്റെ ഒരു കവി എഴുതിയിട്ടുണ്ട്. അതൊരു തരം രക്തം കുടിക്കലാണ്. അങ്ങനെ നിൽക്കുന്ന അസ്തിത്വ ദുഃഖത്തിന്റെ എന്തു ചെയ്യണമെന്നറിയാതെ, എങ്ങോട്ട് പോകണമെന്നറിയാതെ, ലക്ഷ്യമില്ലാതെ അലക്ഷ്യമായി ഇറങ്ങിത്തിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, അധ്യാപകനാണ്. പക്ഷേ ഒരു നഗരത്തിന്റെ ദുർഭഗ സന്തതിയായി, അസമാധാനത്തിന്റെ പര്യായമായി, ഒരു നഗരപ്രാന്തരത്തിൽ നിന്നും ചത്വരത്തിൽ നിന്നും ശാന്തി തേടി ഒരു ഗ്രാമവിശുദ്ധിയിലെത്തിയ മനുഷ്യൻ എല്ലാ സമാധാനവും നഷ്ടപ്പെട്ട് എന്ത് ചെയ്യരുതെന്ന് ആഗ്രഹിച്ചു അതിലെല്ലാം മുങ്ങിത്താണ് വീണ്ടും തിരിച്ചു പോവുകയാണ്. തിരിച്ച് കുമങ്കാവിൽ ചെന്ന് നിൽക്കുമ്പോഴാണ് ഞാൻ ആദ്യം പറഞ്ഞ സർപ്പം. വളരെ വളരെ വാത്സല്യത്തോടെയാണ് ഇന്നത്തെ കവിതയിൽ ആരോ സർപ്പത്തിന്റെ കാര്യം വാത്സല്യത്തോടെ, വളരെ വാത്സല്യത്തോടെയാണ് അദ്ദേഹത്തിന്റെ നഖങ്ങളിൽ കൊത്തുന്നത്, കാൽനഖങ്ങളിൽ കൊത്തുന്നത്. അദ്ദേഹം അത് ആസ്വദിച്ചു, വളരെ ആസ്വദിച്ചു. മഴ, പാമ്പ് കൊത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ മഴയെക്കുറിച്ചാണ്. മഴ, വെളുത്ത മഴ. രവിയുടെ ബോധം പോവുകയായിരിക്കണം, അല്ലെങ്കിൽ മഴ എങ്ങനെ ചുമക്കും? ചുവന്ന മഴ. പിന്നെ മഴയെക്കുറിച്ചാണ്. ഈശ്വര, ഞാൻ അവസാനിപ്പിക്കുകയാണ്. എങ്ങനെയാണ് നോവലിന്റെ ഭാഷ, ഇതെങ്ങനെയാണ് കാന്തമുന പോലെ മലയാളികളെ പിടിച്ചത്? മഴ പെയ്യുന്നു, മഴ മാത്രമേയുള്ളൂ. ആരോഹണമില്ലാതെ അവരോഹണമില്ലാതെ കാലവർഷത്തിന്റെ വെളുത്ത മഴ. മഴ ഉറങ്ങി, മഴ ചെറുതായി, രവി ചാഞ്ഞു കിടന്നു. അയാൾ ചിരിച്ചു. അനാദിയായ മഴവെള്ളത്തിന്റെ സ്പർശം. ചുറ്റും പുൽക്കൊടികൾ മുളപൊട്ടി, രോമകൂപങ്ങളിലുള്ള പുൽക്കൊടികൾ വളർന്നു. മുകളിൽ വെളുത്ത കാലവർഷം പെരുവിരലോളം ചുരുങ്ങി. ബസ് വരാനായി രവി കാത്തുകിടന്നു. ഈ ബസ് ഏത് ബസ്സായിരിക്കുമെന്ന് നിങ്ങൾക്കറിയാം. മരണം എന്ന വണ്ടിയാണ്, അല്ലാതെ ഒരു വാഹനവും ഇനി വരാനില്ല കൂമങ്കാവിലേക്ക്. ബസ് വരാനായി രവി കാത്തുകിടന്നു. ഈ ഭാഷയുടെ സൗന്ദര്യങ്ങൾ ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. നിറയെ മുങ്ങാങ്കൊഴിയുടെ മരണം നിങ്ങളൊന്ന് കേട്ടോളൂ. അയാൾ കിണറ്റിലേക്ക് കൂപ്പുകുത്തി. കിണർ കടന്ന് ഉൾക്കിണറ്റിലേക്ക്
വെള്ളത്തിന്റെ വില്ലീസുപെടുതകളിലൂടെ അയാൾ നീങ്ങി. ചില്ലുവാതിലുകൾ കടന്ന് സ്വപ്നത്തിലൂടെ സാന്ധ്യപ്രജ്ഞയിലൂടെ തന്നെ കൈനീട്ടി വിളിച്ച പൊരുളിന്റെ നേർക്ക് അയാൾ യാത്രയായി. അയാൾക്ക് പിന്നിൽ ചില്ലുവാതിലുകൾ ഒന്നൊന്നായി അടഞ്ഞു. ഒരു മരണത്തെ എങ്ങനെയാ ഇതിന്റെ അപ്പുറത്ത് എങ്ങനെയാണ് പറയുക? എന്തൊരു ഭാഷയാണിത്, എന്തൊരു ഭാഷ! അപ്പോ ഇത് ഈ ഭാഷയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് കഴിയുമെങ്കിൽ മാത്രമേ ഈ നോവൽ വായിക്കാൻ കഴിയൂ, അല്ലെങ്കിൽ വായിക്കാനേ ആവില്ല. അതാണ് ഈ നോവലിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. തീർച്ചയായിട്ടും അതാണ് ഷെയ്ഖ് തമ്പുരാൻ ആ കുതിരയെ തെരഞ്ഞു പിടിച്ചത്. എന്നിട്ട് ആ കുതിരയ്ക്ക് കാല് കഴച്ചപ്പോൾ പട നിൽക്കണമെന്ന് കൽപ്പിച്ചു. തങ്ങന്മാർ കുതിരകളെ കരിമ്പനകളിൽ തളച്ചിട്ടു. ഞാൻ അവസാനിപ്പിക്കുന്നു. ജനാധിപത്യത്തെ ഇതിൽ സുന്ദരമായിട്ട് എങ്ങനെയാണ് പറയുക? ഇതാണ് ജനാധിപത്യം എന്ന് നിങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇതാണ് 1001 കുതിരകളിൽ കാല് കഴച്ച കുതിര. എങ്ങനെ ആ കുതിര നിൽക്കാൻ പറഞ്ഞു, ബാക്കി എല്ലാ കുതിരകളും നിൽക്കാൻ പറഞ്ഞു. ഈ കുതിരയ്ക്ക് നോക്കൂ, ജനാധിപത്യത്തിന്റെ സൗന്ദര്യത്തെയും ഈ നോവൽ പ്രതിനിധാനം ചെയ്ത്, ഈ ഭാഗം പ്രതിനിധാനം ചെയ്യുന്നു. ധാരാളമായി വായിച്ചു കേൾപ്പിക്കാൻ എനിക്കുണ്ട്. എന്നാൽ പോലും അവസാനിപ്പിക്കുന്നു. തീർച്ചയായിട്ടും KL44 ചെയ്ത മഹത്തായ സംരംഭത്തിന് എല്ലാവിധ നന്ദിയും